യോഗ ക്ലാസ് പോയി ചേരും. ഫസ്റ്റ് ദിവസം തന്നെ പത്മാസനം പഠിപ്പിക്കും. ഈ കാലെടുത്ത് ഈമിലേക്ക് വെച്ച് ഈ കാലം പഠിക്കും. പിന്നെ ഇങ്ങോട്ട് എടുക്കാൻ കിട്ടുന്നില്ല. എന്താ വെച്ചാൽ ഇതുവരെ ചെയ്തിട്ട് പരിചയമില്ലല്ലോ, നിലത്തിരുന്ന് പരിചയമില്ലല്ലോ, നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ച് പരിചയമില്ലല്ലോ. അപ്പോൾ കാലിൻ്റെ ഇടുപ്പ് വേദന തുടങ്ങി. യോഗാസനം നിർത്തുകയും ചെയ്തു. പോയിട്ട് മസിൽ ഭയങ്കര വേദനയപ്പോൾ കുറേ ആയി ചെയ്തിട്ട്. എന്തെങ്ങനെ വരുന്നത് ഇതിങ്ങനെ പടഞ്ഞ് വരേണ്ടതാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് സുഖാസനമാണ്. കഴിഞ്ഞ ദിവസം പയ്യന്നൂർ പ്രായമുള്ള വക്കീല, അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചാൽ കോടതിയിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഓഫീസിലിരുന്നതിന് പഴയ മരക്കേശരി. എന്നിട്ട് കാലെടുത്തിട്ട് മേശയിൽ വെച്ചിന്. എന്നിട്ട് ആ 2 കാലിങ്ങനെയാണ് അതിൻ്റെ ഉള്ളൂട്ടിയാന്ന് നോക്കുന്നത് വരുന്നവരാ. അപ്പം എനിക്ക് കറക്റ്റ് എന്നെ കിട്ടി, അയാളെ വ്യൂവിൽ കിട്ടി. എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് കാണാനാ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൂട്ടിയാണ് ഇത് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സുഖം അത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് കുട്ടികളിരിക്കുക, പെൺകുട്ടികൾ പ്രത്യേകിച്ച് കാലുവെച്ചിട്ട് പണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. കണ്ടിട്ടുണ്ടോ? കാല് പണിച്ചിട്ടായിരിക്കും. എനിക്ക് തിരുച്ചമ്പലത്ത് പോയപ്പോൾ ഒരു അച്ഛനെ, അശോകൻ എന്ന് പറഞ്ഞ അച്ഛനെ കാണാൻ പോയത്, ഞാനും പറഞ്ഞതാണ്. അപ്പോൾ ഒരു പെൺകുട്ടി അടി ഇങ്ങനെ കസേരയും വീഴുന്ന കാല്. ഞാൻ ചെയ്യുന്ന ഒരു കാലേ ഉള്ളൂ. ഞാൻ എനിക്ക് ഒറ്റക്കാലേ ഉള്ളൂ. അതല്ല 2 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനടുത്ത്, അമ്മ ഏരിയ പോയിനോനല്ലോ എൻ്റെ കാര്യം പോക്കാന്നുള്ള പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതൊരു സുഖത്തിൽ എങ്ങനെ ഇരിക്കുക പഠിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ സുഖാസനത്തിലിരിക്കുക. എങ്ങനെ ഏകത കിട്ടുകയെന്നറിയോ? സിമ്പിൾ. ഒരു ശ്ലോകത്തിൻ്റെ ഒരു അംശം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ചിലപ്പോൾ പറയാതിരിക്കാക്കെന്നാ അറിയാം, ഒരു ശ്ലോകവും അറിയില്ല, ഒന്നും പോട്ടണമെന്ന് തോന്നും. അപ്പോൾ ഈ ശ്ലോകം ചൊല്ലി തുടങ്ങുന്നത് 10 കൊല്ലമായി നിർത്തിയിട്ട്. കാരണം അടിപൊളിയാന്ന് പറയും. സപ്താഹത്തിന് പോയിന് എനിക്കെന്താ തിരിഞ്ഞു? എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല. ഉപ്പുമാവും പഴവും അടിച്ചു മാറ്റിയിട്ട് 7 ദിവസം വേറെന്താ ഗുണം കിട്ടിയില്ല. സപ്താഹം കൊണ്ട് ഇത് മനസ്സിലായത് ചോദിക്കുന്നത്. അപ്പോൾ സപ്താഹാചാര്യനോട് പയ്യന്നൂരിൽ ഞാൻ പറഞ്ഞു, ഒരു ഉപകാരം ചെയ്ത ഗുണം, സപ്താഹ ദിവസം വൈകുന്നേരം ആ സപ്താഹ ആചാര്യൻ തന്നെ ഒരു പ്രഭാഷണം നടത്തുക. എന്തെന്നറിയോ? അന്നത്തെ ദിവസത്തെ വിഷയം പറഞ്ഞുകൊണ്ട് വന്ന പിറ്റേന്നത്തെ തൊടിയിച്ചു പോയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഇതിങ്ങനെ ഭയങ്കരമായിട്ടും സംഭവം അടിപൊളിയായിരുന്നു. സപ്താചാര്യ അടിപൊളി കമ്മിറ്റീൻ്റെ അടിപൊളിയായിരുന്നു. 7 ലക്ഷം റുപ്യ കഴിഞ്ഞു സപ്താഹം കഴിയുമ്പോഴേക്കും. എന്തു മനസ്സിലായി എന്നുള്ളതാ ചോദ്യം. ഇത്രയേ ഉള്ളൂ. എന്തു മനസ്സിലായി എന്ന്. അപ്പോൾ ഇവിടെ മനസ്സിലാവുക എന്ന് പറഞ്ഞൊരു സാധനമാണ് പണ്ടേ നമ്മളെ വാക്ക്. ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ടീച്ചർ ചോദിക്കൽ മനസ്സിൽ ആയോ എന്നാണ്. പെട്ടെന്ന് ചിലപ്പോൾ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായോ എന്നാ ചോദ്യം. മനസ്സിലായി എന്ന് പറഞ്ഞാൽ കുറച്ച് മനസ്സിൽ ആയി. ആ മനസ്സിലായാൽ പിന്നെ അത് തകട്ടിക്കോളും. തൊടുവേ വേണ്ടു. തൊട്ട് കിട്ടിയ അത് ക്ലിയറാവും. ആ തൊട്ട് കിട്ടലാണ് ഇതിൻ്റെ പ്രധാനം. മനസ്സിലായില്ലേ? അത് നമുക്ക് വളരെ 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 പ്രധാനം. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അധികം ചിരിച്ച നിങ്ങളാണ്. ഞാൻ വെച്ച് നിങ്ങൾ എടുത്തു മുമ്പ് മനസ്സിലായോ? അപ്പോൾ ആരോ ഒരാൾ രാത്രി എന്നെ വിളിച്ചിട്ട് 10:15 അഴി കൂടുന്നാറ്റം പറഞ്ഞു. എന്നോട് പറഞ്ഞ് ചിരിച്ച് മരിച്ചിനി. ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്? ചിരിച്ച് മരിച്ചാൽ പിന്നെ ആളുണ്ടാവും. അതാണ് ആ സുഖമില്ലേ? ആ സുഖമാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവണം. സങ്കടമെല്ലാം ഉണ്ട്, എനിക്കില്ലേ, എല്ലാവർക്കും ഉണ്ട്. ഉറുമ്പിന് തലവേദനയുണ്ട്. ഈ മണ്ഡലകാലം തുടങ്ങുന്ന മുമ്പേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിരുന്നു, ഈവൻ ആൻഡ് ഹാസ് ഹെഡേക്ക്. ഉറുമ്പിന് വരെ തലവേദനയുണ്ട്. നമ്മളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഉറുമ്പിന് വരെ. പിന്നെ നമ്മളെ കാര്യം പറയണം, ആർക്കാ പ്രയാസമില്ലാതെ? പെയിൻ അതുണ്ടാവും, ട്രബിൾ അതുണ്ടാവും, പ്രോബ്ലം അതുണ്ടാവും. പക്ഷെ സൊല്യൂഷൻ ആണ് ഏകത. ആ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടതല്ല, അത് ഉണ്ടാവേണ്ടതാണ്. അത് എവിടുന്ന ഉണ്ടാവുക? ഉദയരുന്ന ഇവിടുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? ഇവിടുന്നുണ്ടാവുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വന്നുകൊണ്ടേയിരിക്കുമ്പം സൊല്യൂഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. വരുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കുമ്പം പ്രോബ്ലം കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടുന്ന് അമ്മ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഈ പ്രോബ്ലം കൂടുന്നതിൻ്റെ കാര്യം നമ്മൾ അതിലേക്ക് അടുപ്പിക്കുന്നതാണ്. നമ്മളെ ക്യൂവിലേക്ക് വലിക്കാൻ ആ പ്രോബ്ലം തരുന്നത്. ആ പ്രോബ്ലം തരുമ്പേ നമ്മൾ ഓർമ്മിക്കുമല്ലോ.
പ്രോബ്ലം തന്നുകൊണ്ടേയിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു നാൾ ക്യൂലായി. ഇനി പിടിച്ചോ, ഇരുന്നെടുത്ത് അതേപോലെ ഇരിക്കുക. എന്നിട്ട് 2 സെക്കൻഡ് മതി. ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള 2 ആളെ ഓർമ്മിക്കും. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ആൾ ഓർമ്മിച്ചോ. ഞാൻ ചോദിക്കൊന്നുമില്ല, ഓർമ്മിച്ചോ. ഇതിൽ കൈയൊന്നും പൊന്തിക്കണ്ട. അതാളെ ഓർത്തെ അരങ്ങുണ്ട ഉണ്ടാവില്ല, പേടിക്കണ്ട, ഉണ്ടാവില്ല. എന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഓർത്തെ അരങ്ങുണ്ടോ? ലെറ്റ് us സ്റ്റാർട്ട്. ആടുന്ന് തുടങ്ങണം. ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടം 2 ആളെ ഓർമ്മിക്കാൻ പറഞ്ഞില്ലേ? 2 ആൾ. അതിലൊന്ന് ഏത് മേനോ? അവനോ. ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളല്ല, ഞാൻ. എന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആടുന്ന് തുടങ്ങാം. ഏകത്വം. 2 ആളെ ഏറ്റവും ഇഷ്ടം ആരാന്ന് ചോദിച്ചാൽ ഒന്ന് ഞാനായിരിക്കണം. അടുത്തങ്ങൾ ആരെങ്കിലും പറഞ്ഞു. കോഴിക്കോട് അങ്ങാടിപ്പുറത്ത് പണ്ട് ഞാൻ പറഞ്ഞില്ലെന്ന് ഓർമ്മയില്ല, മഹിളകളുടെ വലിയൊരു സംഗമം ഉണ്ടായിരുന്നു. മഹിളകളുടെ സംഗമം. ആ സംഗമത്തിൽ അമ്മമാരുടെ സംഗമമാണ്. അപ്പം ഞാൻ ഉണ്ടൽ മണിക്കെട്ടി പോയിട്ട് ആടി എത്തി നോക്കുമ്പോൾ 2:30 പരിപാടി. ഞാൻ 2 മണിക്ക് എത്തി. അപ്പോൾ ആ ഹോളിൻ്റെ പുറത്ത് ഇങ്ങനെ ആളിങ്ങനെ വരുന്നേ ഉള്ളൂ. ഞാൻ അവിടെ ഒരു കസേരയും ഇരുന്നു. ആളുമില്ല, സംഘാടകനൊന്നും എന്നെ കണ്ടിട്ട് തിരിച്ചില്ല, ആടിയില്ല. ഭയ്യ ഇങ്ങനെ ആളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ആരാമപ്പം എഴുന്നെങ്കിലും വന്നിട്ട് നല്ല ടൈം പോകണ്ടേ. ഫുഡുണ്ട്, അത് കഴിഞ്ഞിട്ട് ഫുഡ്, ഡാൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ 2:30 to 4 എൻ്റെ വിഷയം. അപ്പോൾ അവിടെ ഇങ്ങനെ എത്തി. അതിൻ്റെ ഒരു സംഘാടക, ഒരു പ്രൊഫസറാണ്. അവർ വന്നു. നിങ്ങളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഞാൻ തന്നെയാണ്, ഒന്നും ചെയ്യറ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനിങ്ങനെ ഒരു മുണ്ടും ഷർട്ടിലിട്ട് പോയതല്ല. അതായിരിക്കുമല്ലോ അവർ പ്രതീക്ഷിച്ചു. ഫുൾ സ്ലീവെല്ലിട്ട് ഷൂ എല്ലാം ഇങ്ങനെ മാന്തി പറിച്ചിട്ടല്ല. ഞാനിങ്ങനെ പോയിരുന്നു. അപ്പോൾ ഇവർ ഈ പരിപാടിക്ക് 800 ചില്ലറ ആളുണ്ടായി. 800 ചില്ലറ അമ്മമാർ മാത്രമാണ്. അതെങ്ങനെയാണ് 800 ചില്ലറ അമ്മമാരെന്ന് മനസ്സിലായത്? 800 ചില്ലറ വടയും ചായയും പോയി. അങ്ങനെയല്ലേ ഇപ്പോൾ ആളെ എണ്ണമാണ്. അന്നദാനത്തിനാണ് കണക്കായിട്ടാണ് പ്രഭാഷണത്തിലുണ്ടായത്. പക്ഷെ ഇവിടെ സംഭവങ്ങൾ എന്താ ഞാൻ പറയാൻ കാരണം അറിയോ? വിളിക്കുമ്പോൾ എല്ലാം പറയാൻ കാരണം ഒരു അന്നദാനം ഇല്ലാണ്ട് ഇത്രയും ആൾ വന്നിരിക്കണ്ടെങ്കിൽ ഇത് സംഭവമാണ്. എൻ്റെ എല്ലാവരും ബോർഡ് വെക്കണം, അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. സംഭവമായി. അതിനാണല്ലോ 2000 ആളല്ലേ കഴിക്കുന്നു. 2000 ആൾ 3 വട്ടം വാങ്ങിയാലേ എത്ര കിലോ അരിയ? അന്ന് 3 വട്ടം വാങ്ങണം എന്നാ കണക്ക്. എവിടെയാ പറഞ്ഞിന്? പണ്ടേ പറയുന്നതാ 3 വട്ടം വാങ്ങണം. അപ്പൊ ഇതെന്താ ഇതിന്റെ കാര്യം? ഈ ഇങ്ങനെ ഇരിക്കല. ഇതാണ് സക്സസ്. ഏകത ഇതാണ്. ഒന്നും ലക്ഷ്യം വെച്ചിട്ടല്ല വരുന്നത്. ഒന്നും ലക്ഷ്യം വെച്ചിട്ടല്ല. ഹാപ്പിനെസ് ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തിലാണ് വന്നാൽ. അപ്പം ഞാൻ ആടെ ചോദിച്ചപ്പോൾ, ഈ പരിപാടി തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള 2 ആളെ ഓർമ്മിക്ക്. നിങ്ങൾ സൈലൻ്റായി ഇരുന്നിട്ട് ഇങ്ങനെ ഓർത്തു, കണ്ണടച്ചിരുന്ന് ഓർത്തു. കഴിഞ്ഞ പാട് ഞാൻ ചോദിച്ചു, അതാളെ ഓർത്തി ആരും ഉണ്ടാവും? ആരുമില്ല. പേടിക്കണ്ട, ആരും ഉണ്ടാവില്ല. കേരളത്തിൽ ആരും ഉണ്ടാവും, ആരും. പക്ഷെ എൻ്റെ സൈഡിൽ ഇതിൻ്റെ സംഘാടക ഇരുന്നിന് ഒരു പ്രൊഫസർ. ഞാൻ ചോദിച്ചു, പ്രൊഫസർ എനിക്കൊരു ചോദ്യം, മേ ആസ്ക് എ ക്വസ്റ്റ്യൻ? എന്താ? ഡെഫിനറ്റ്ലി ആസ്ക് മീ. ഞാൻ പറഞ്ഞു, ഈ പ്രൊഫസർ നിങ്ങൾ ആരൊക്കെയാണ് ഓർത്തെന്നൊന്ന് പറയാം. ഒരാൾ പറഞ്ഞാൽ മതി. ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള 2 ആളെ ഞാൻ ഓർത്തത് ആരെയാണെന്നൊന്ന് പ്രൊഫസർ പറയുമോ എന്ന് ചോദിച്ചു. പ്രൊഫസർ എണീറ്റ് വന്ന് വലിയ 1 ലക്ഷത്തിൻ്റെ ഫോണായിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ പറയണോ? ഞാൻ പറഞ്ഞു, പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓർത്ത 2 ആളാരാണ് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത്? ആ പ്രൊഫസർ പറഞ്ഞു, ഉത്തരം ഇതല്ലെന്ന് പറയും. 1 മമ്മൂട്ടി, 2 ഷാറൂഖ് ഖാൻ. തെറ്റില്ലല്ലോ, അവർക്ക് ഇഷ്ടപ്പെടാൻ അവകാശമില്ലേ? ഉണ്ട്. ഉടനെ ഞാൻ ചോദിച്ചു, പ്രൊഫസർ നിങ്ങളുടെ മക്കളെ പറ്റി ഓർത്തില്ല? അഞ്ചോട്ടാ പറഞ്ഞു. പിന്നെ കഷ്ടകാലത്തിന് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ ഹസ്ബൻഡിനെ പറ്റി? അയ്യോ, അറ്റാക്കായി പോറെപ്പറ്റി ആലോചിച്ചാൽ ചത്തു. പിന്നെ നിങ്ങൾ ആരെ പറ്റി ആലോചിച്ചത് എറണാകുളത്തുള്ള മമ്മൂട്ടിയെ പറ്റി, ഇതുവരെ കാണാത്ത ഷാറൂഖ് ഖാൻ. അന്താരാഷ്ട്ര കാര്യങ്ങളെല്ലാം പറയും. ഇവിടെ കാര്യ തുടങ്ങിയാലും നമുക്ക് ഏകത എന്ന് പറഞ്ഞാൽ ഈലിന്നാണ് ഊതിപ്പെരിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു കാര്യമില്ല. പറച്ചിലെല്ലാം ഞാൻ വലിയ അന്താരാഷ്ട്ര കാര്യം പറയും. പക്ഷേ ഇവിടെ ചെറുങ്ങനെ ഒന്ന് തൊട്ടാൽ ഏകതയിലേക്ക് തൊടണം. ഏകതയേ ഉള്ളൂ. ഈ പ്രകൃതിയിൽ ഏകതയേ ഉള്ളൂ.
നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഇനി മുതൽ ആരിൽ നിന്ന് തുടങ്ങണം? എന്നിൽ നിന്ന്. നാളെ മുതൽ എന്നിൽ നിന്ന് തുടങ്ങി നോക്കിയേ. എന്നിൽ നിന്ന്, അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ചെയ്യാമെന്നേ. അപ്പം എന്നിലൊരു വൈവിധ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസത്തെ യാത്ര, എന്നിലൊരു യാത്രയുണ്ട്. ആ യാത്ര ഏകതയിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കണേ, ഏകതയിലേക്കാണ് പോകുന്നത്. ഭക്ഷണം കഴിക്കാനിരുന്നു, ഇലയിൽ 9 കൂട്ടം കറി, ചോറ്, അതിൻ്റെ കുഴി, അതിൽ ഭക്ഷണത്തിൻ്റെ കറി, പപ്പടം എല്ലാം ഉണ്ട്. എത്ര യാത്രയാണ്. ആടെ വെച്ചു, ഇല വെച്ചു, പച്ചടി വിളമ്പി. വിളമ്പുമ്പോൾ കണ്ണ് നോക്കി ഇലയ്ക്ക്. കണ്ണിനൊരു യാത്ര എടുത്തേക്ക് പച്ചടിയിലേക്ക്. അപ്പാട് കണ്ണിന്നൊരു യാത്ര നാവിലേക്ക്. ഇവിടെ വെള്ളം പൊട്ടി. തൊട്ടിട്ടില്ലാന്നേ. പച്ചടി വിളമ്പലും ഇവിടെ വെള്ളം പൊട്ടലും. പിടിച്ചേക്കാൻ കഴിയില്ല. അത് അവാരിത്തുന്നത്. അന്നദാനമാണ്. ഹിന്ദുവിൻ്റെ അന്നദാനം ബമ്പ സംഭവമാണ്. നിങ്ങൾ അമ്പലത്തിൽ പോയി നോക്കിക്കോ, ബേജാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞ വിളിക്കണ്ട, എന്നെ പറയല്. ഈ ഉച്ചക്ക് അന്നദാനം കൊടുക്കുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ എന്താണ് അന്നദാനം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാസ് കൊടുക്കണം. അല്ലെങ്കിൽ അപകടമാണ്. പണ്ട് കേളിപാത്രം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ്, അതിലിപ്പോൾ പൊളിച്ച് കൈമ കൊടുത്തു. കേളിപാത്രം ഈ സാധനം എടുത്തിട്ട് പായും ഓരോ വീട്ടിലേക്ക്. ദാനം മണി അടിച്ചിട്ട് പായും. കൊടുക്കലല്ലേ. ഭിക്ഷാന്തേഹി, ഭിക്ഷ യാചിച്ച് പായാണ്. ആ പാച്ചലാണ് അന്നദാനം. സൂക്ഷിച്ചോ. ദാനല്ല, അവിടെ പോയിട്ട് യാചിക്കുക. നമ്മൾ പ്ലേറ്റ് എടുത്തിട്ടാണെങ്കിൽ വളരെ സന്തോഷം. ഇങ്ങനെ നിന്നിട്ട് കാണണം. അംബാനിയെല്ലാം നിന്നിട്ട് കണ്ട ഭയങ്കര ചിരി വരുവാൻ. അങ്ങനെ കിട്ടും. എത്രയാ പൈസ കൈമേൽ, പക്ഷെ എന്നാലും ഇങ്ങനെ നിൽക്കണം. അപ്പം മറ്റോ വിളമ്പിക്കൊടുത്ത്. അപ്പം ഇതെന്താ ഈ അന്നദാനം? ഒരു ദാനം വാങ്ങലാണ്, തരലല്ല. അന്നദാനം അതൊരു മഹാദാനമാണ്. അപ്പം അന്നം ഒരു യാത്ര കണ്ണ് യാത്ര ചെയ്തു. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് കണക്ട് ചെയ്യണേ, അല്ലെങ്കിൽ ഇത് കിട്ടൂല. കഴിഞ്ഞ ദിവസം പറഞ്ഞവരാരും ഉണ്ട്, അതിനില്ലേ? അല്ല പുതിയ ആളാ. കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കിട്ടൂല. ആ വിഷയം ഞാൻ അവിടെ തൊടിയിച്ചു. യാത്ര ഇല്ലാത്ത ഒരു സാധനം പ്രകൃതിയില്ല. മൂവ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. പച്ചടി വിളമ്പി, മൂവ്. ബ്രെയിൻ പറഞ്ഞു നോക്കങ്ങോട്ട് നോക്കി. അപ്പോൾ നല്ലത് കാണാൻ. വായിന്ന് വെള്ളം പടപടപടപട പൊട്ടി. അപ്പം കൈ അങ്ങോട്ട് പോയി. യാത്രയാണ്. ഇതില്ലാണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയാലോ ഭയങ്കര സംഭവം. ഒരു അമ്പലത്തിൽ പോയിട്ട് കണ്ടിരുന്നു, ഇല വെച്ചു പോയി. ഉച്ചക്ക് കൂട്ടുകാർ വിളമ്പിപ്പോയി. തിരിച്ചു വരുമ്പോൾ കൂട്ടുകാരില്ല. ഭാര്യ തിന്നിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടാകാൻ പറ്റും. ഉപ്പാപ്പ എൻ്റെ അടുത്തിരുന്ന ഒരാൾ. അത് ഉപ്പാപ്പയാ, ഇത് നല്ല ഉപ്പ്. പിന്നെന്തിനാ വന്നിനി? അല്ല കഴിക്കണ്ടേ. തൊട്ട് തിന്ന ഓരോന്ന് തോട്ടാൻ വിടരുത്. ഏതുവരെന്നറിയാം? ഇല വെച്ച് അവസാനത്തെ ഉപ്പ് വിളമ്പി വെള്ളം കൊടുത്ത് അത്ര വരേക്ക് കൺട്രോൾ യുവർ സെൽഫ്. കൺട്രോൾ. എന്തെങ്കിലും ബുദ്ധിമുട്ടിട്ട് കൈ കെട്ടിക്കോ. എന്നാ ചെയ്യാ? ഇത് കൈ ഓടിക്കളി. പിടിച്ച് വെച്ചോളുക. അത് തൊടുന്നതിങ്ങനെ വിളമ്പി തീർന്നാൽ നമ്മൾ ഏത് സ്ഥലത്താണ് ഉള്ളത്? 2 മക്കളെ ഒരു ഭോജനമന്ത്രം ചൊല്ലിച്ചാൽ ഏകത. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. ഭഗവത്ഗീതയിലെ ഒരു അധ്യായം മുഴുവൻ ചൊല്ലണം എന്നാണ് പറയും. ഇത് പറഞ്ഞുതരാൻ ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു, ഒരധ്യായം ചെയ്യുന്നവരെ നിൽക്കാനായി ഇത് വെച്ചിട്ട് എൻ്റെ അമ്മേ. അതുകൊണ്ട് മന്ത്രം ചൊരുക്കി. അന്നപൂർണേ മഹാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീജ പാർവതി. ഈ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അതങ്ങ് തുടങ്ങാം. ഏകത. വൈവിധ്യങ്ങളാണ് മുഴുവൻ. ഞാനത് പറയുമ്പോൾ നമുക്ക് പറയാം, അപ്പം മനസ്സിലായി. നേരെ ഒരു പെണ്ണുങ്ങൾ എണീറ്റ് ചോദിച്ചു, എന്നും പറയുങ്ങൾ എന്തെല്ലാം പറയുന്നത്? ഏകത നോക്കണം. വൈവിധ്യ എന്നൊരു ഇലയിൽ പക്ഷേ ഒറ്റ കയ്യേ ഉള്ളൂ. ഇത് വലിക്കാൻ ചോറ് വലിക്കണം, ഉപ്പേരി വലിക്കണം, പപ്പടം പൊടിക്കണം, മുളകെടുത്ത് അപ്പുറം എറിയണം, അതിൻ്റെ അടുക്ക് വിളമ്പാൻ വരുന്നതുകൊണ്ട് ഇങ്ങനെ ആക്കണം,
ഓൻ വരുന്നില്ല ഇങ്ങനെയാക്കണം, എല്ലാം ഈ കൈയുണ്ട്, ഒറ്റ കൈയുണ്ടാവും. പക്ഷെ ആടെ നടക്കുന്നത് തേച്ചും വൈവിധ്യമല്ല. യാത്രയാണ്, പച്ചടിയുടെ യാത്ര, പപ്പടത്തിന്റെ യാത്ര, അച്ചാറിന്റെ യാത്ര, ഇങ്ങനെ പോന്നു. ഒരു ചോറ് ഇങ്ങനെ കൂട്ടീന് ചോറ്, മനസ്സിലായ? മട്ടന്നൂരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ വലിയ കുഴി ഒഴിച്ചിന് എൻ്റെ സൈഡിലിരുന്നാണ്. ഞാൻ ചിങ്ങൾക്ക് കിണറിൻ്റെ പണിയാ? ആ, എന്നെ അറിയാലോ, ഈ ഭാഗത്ത് ഒരു ഇതെല്ലാം കിണർ ഞാനാ ഒഴിച്ചത്. എന്നെ എങ്ങനെയാ മനസ്സിലായി? എല്ലാം പറഞ്ഞ അതിൽ വീട് ചത്തുപോകും വെളുമ്പാ വരുന്ന ആള്. അതുകൊണ്ട് അന്നേരം മനസ്സിലായി. ഞാൻ പറഞ്ഞ രണ്ടാമതും അയാൾ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ അതിരെ കുഴി കുഴിച്ചത്. അന്നദാനത്തിന് ചോറിൽ കുഴി വയ്ക്കുമ്പോൾ ഒറ്റ ഒന്ന് ഓർമ്മിച്ചാണ്, അവനവൻ കുഴിക്കുന്ന കുഴിയ, അതിൽ വീട് എത്തുക. ചെറിയ കുഴി വയ്ക്കുക. അന്നദാനത്തിന് ഒരു ഏകത പഠിപ്പിച്ചു കൊടുക്കണം. ഏകത, ഒന്നിച്ചല്ലേ. ആ ഭോജനമന്ത്രം ഒന്നിച്ചാ ചൊല്ലിയെങ്കിലോ എന്തായിരിക്കും അതിന്റെ അന്തരീക്ഷം? ഹാപ്പിനെസ്. മനസ്സിലാവുന്നില്ല? ഇപ്പൊ ഒറ്റ ഏകതയുള്ളൂ. ഒച്ച ചാവക്കുന്ന ഒച്ച, പച്ച പപ്പടം പൊടിക്കുന്ന എന്നെ നോക്കിയിട്ടല്ല പൊടിക്കുന്നത്, എന്തെല്ലാം. അപ്പൊ ഈ ഏകത കിട്ടണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ, ഈ ഏകത കിട്ടണ്ടെങ്കിൽ വൈരുദ്ധ്യമില്ല ഈ രാഷ്ട്രത്തിൽ. വൈവിധ്യങ്ങളേ ഉള്ളൂ. വൈരുദ്ധ്യത്തിന്റെ ഒരു വാദവുമില്ല. വൈവിധ്യങ്ങളാ, വ്യത്യസ്തകളാ. അങ്ങ് കാശ്മീര ദേശത്തുള്ള കുങ്കുമം പൂവാണ് പൊടിച്ച് വെയിലത്ത് വെച്ച് വിറ്റാമിൻ D3 കയറ്റിയിട്ട് അങ്ങ് കൊല്ലൂരമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കാൻ വരുന്ന കുങ്കുമം. കാശ്മീര ദേശത്തുനിന്ന് കർണാടക ദേശത്തേക്കാണ് പോകുന്നത്. വൈവിധ്യമാണ്. വൈരുദ്ധ്യമില്ല, വൈവിധ്യ. ഈ വൈവിധ്യങ്ങളിലെല്ലാം ഏകതയുള്ളൂ. ഏകത. വേഗം വേഗം പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാവും. ഏകത. ഏകത ഒന്ന്. എനിക്ക് 2 കൈയുണ്ട്, അന്നം കഴിക്കാൻ ഒറ്റ കൈയേ ഉള്ളൂ. ഏകത. ഇത് ഒരുപാടുണ്ട്. യാത്ര എല്ലാം ഇനി നോക്കിക്കോ. കുഴച്ച് JCB വെച്ച് അപ്പുറം ഇപ്പുറം മാന്തിയിട്ട് ഇതെടുത്ത് ഇനോണ്ട് ആക്കിയിട്ട് ഒറ്റ ഒന്നിലേക്ക് ഇറക്കുന്നു. ഏകത. ചെവിയിലാന്നുണ്ടാ? ഇല്ല. ഒറ്റ ഒന്നിലേക്ക് ഇറക്കാൻ പറ്റും. നിങ്ങൾ എത്ര തരം ഫുഡുണ്ട്? 36 തരം ഫുഡ് വന്നിന് ആ കല്യാണത്തിന്റെ റിസപ്ഷന്. എല്ലാം എടുത്തേക്കാ പോയേ? സെക്രട്ടേറിയറ്റിലേക്കാ പോയേ? ഒറ്റ പോക്ക്. ആവശ്യമില്ലാത്ത ഫയലിൽ കത്തിപ്പോവും. പ്രധാനമായതെല്ലാം ഒറ്റ കേട്ടാവും. ആലോചിച്ച് നോക്കിയ, ഇതൊന്ന് ഇതൊരുപാട്. അതിലേക്കെല്ലാം പിടിച്ചു നോക്കിയ. ഇനി നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവും. കറക്റ്റ് പിടിച്ചോ. ഏകത എന്നിൽ നിന്ന് തുടങ്ങാം. വിരല് 10, പക്ഷെ കൈ ഒന്ന്. ഇതാണ് ഈ നമ്മുടെ ദേവി അമ്മ. ഇതാണ് ക്ഷേത്രം. ഇതാണ് എൻ്റെ കുടുംബം. ഇതാണ് എൻ്റെ സമൂഹം. ഇതാണ് എൻ്റെ രാഷ്ട്രം. എൻ്റെ നാടിത. വൈവിധ്യത. പക്ഷെ ഇതേ ഉള്ളൂ. ഈ കൈയേ ഉള്ളൂ. പക്ഷെ കയ്യിൽ എത്ര തരത്തിലാണ് ഉള്ളത് വൈവിധ്യം? 5 തരത്തിൽ വൈവിധ്യങ്ങൾ ഉണ്ടാവും. നാട്ടിലും 5 തരത്തിൽ ആളുണ്ടാവുക. വിവിധങ്ങളാണ്. പക്ഷെ ഒന്നേ ഉള്ളൂ. കൈ ശ്രദ്ധിക്കണം. ഇതൊന്ന്. ചെരുപ്പ് 2 ഉണ്ട്. പക്ഷെ അതിൽ ഒരു ചെരുപ്പ് പൊട്ടിയാലോ? ഓടാന്ന്. മറ്റേ ചെരുപ്പിന് പിന്നെ അസ്തിത്വം ഉണ്ടോ? അത് പോയി. അത് നല്ല ചെരുപ്പായിരിക്കും. പക്ഷെ ഇത് പൊട്ടിയ അത് പോയി. ചെരുപ്പ് 2 ഉണ്ട്. പക്ഷേ അതിന്റെ ഫലം 1. ഏകത. അതായത് പ്രത്യേകത. അപ്പൊ നമ്മൾ 1, ഈ അമ്മ 1. ശ്രദ്ധിക്ക്, ഇത് 2 കൂടിയതാണ് ഏകത. നമ്മൾ പൊട്ടിയാൽ ഇത് ഇല്ലാണ്ടായിപ്പോന്നും ഇല്ലെങ്കിലും ഇങ്ങനെ നിന്ന് പോകും. അത് പൊട്ടിയ നമ്മളേ ഉണ്ടാവില്ല. സർവം സഹ ഇങ്ങനെ സഹിച്ച് നിൽക്കുക. മനസ്സിലായ? ഇടക്ക് പൊട്ടി തെറിക്കുന്നുണ്ട്. പൊട്ടും. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിനോട് ഒക്കാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ എപ്പോൾ എന്ത് ചെയ്തോളണം? ഇതിനോട് കൂടി നിന്നോളണം. ഏകത പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഹിന്ദു പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അടുത്ത ദിവസം ശ്രദ്ധിക്കണം എന്നല്ലേ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് പുറത്തയച്ചു വെക്കുന്ന ചെരുപ്പില്ലേ,
ദയവ് ചെയ്തിട്ട് കമ്മിറ്റിക്കോ വർമാജിക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാം. ആ ചെരുപ്പ് വൃത്തിയിൽ അടുത്തടുത്ത് വെക്കണം. എടുത്തു വെക്കൊന്നും വേണ്ട, നമ്മൾ അയച്ചു വെക്കുന്നത് അടുത്ത് വെക്കണം. നിരന്ന് നിന്നിട്ടാണ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് സുഖാത്. ഇതിനിടയ്ക്ക് ഏതോ ഒരു അമ്പലത്തിൽ പോയിട്ടാണ് ഞാൻ വെച്ച് ഇതുപോലെ കളക്ടറേറ്റിൽ ലാത്തി ചാർജ് കഴിഞ്ഞതാട്ടോ. വേലിച്ച് എറിഞ്ഞിട്ട് ഒരു ചെരുപ്പ് മറ്റേ ചെരുപ്പിൽ എല്ലാം കൂടി എന്തുള്ളൂ. അപ്പോൾ ഇവിടെ ഹിന്ദു ഇത് ആചരിക്കുന്നു. വീട്ടിലും അതെ, ചെരുപ്പ് അടുക്കി അടുക്കി വെക്കാൻ മക്കളെ ഏകത ഏകത. അപ്പോൾ നമ്മൾക്ക് മെല്ലെ തുടങ്ങിയിട്ട് ഏകത എങ്ങനെ തുടങ്ങുക? 5 തരത്തിലെ ഒരു സമൂഹത്തിൽ മനുഷ്യരുണ്ടാവും. 5 തരത്തിലുണ്ടാവും. ഈ വിരലിൻ്റെ പേര് തള്ള. തള്ളയാണ് വിരൽ. ഈ വിരൽ ചൂണ്ടുവിരൽ, ഈ വിരൽ നടുവിരൽ, ഈ വിരൽ മോതിര വിരൽ. അതിന് ഈ വിരലിന് മോതിര വിരൽ എന്ന് പറയാം. അതിനാണ് മോതിരോടുന്ന, അതുകൊണ്ടാണല്ലോ മോതിര വിരൽ എന്ന് പറയാം. അതെന്തിനാ ഈ വിരലിന് മോതിരോടുന്നു? എവിടേക്ക്? ഹാർട്ടിലേക്ക് ഈനൊരു കണക്ഷൻ ഉണ്ട്. അത് മാത്രം മതിയോ? ശ്രദ്ധിക്കാം. ഈ വിരല് ചെറുവിരൽ 5 തരത്തിലുണ്ടാവും. തള്ള എന്ന് പറയുന്ന ആളുകളുണ്ടാവും, സമൂഹത്തിലുണ്ട്, വീട്ടിലുണ്ട്. ഉണ്ടാ ഉണ്ട്. വീട്ടിലെ മഴൂന് പോലും എന്തുണ്ട്? തള്ള. അടിക്കാൻ മൂത്തള്ളില്ലേ? തള്ളയുണ്ട്. ഇപ്പൊ തള്ളയൊന്നുമില്ല, തള്ളയെല്ലാം വൃദ്ധസദനത്തിലുണ്ട്. അതുകൊണ്ട് വീട്ടിൽ തള്ള മൗത്തള്ള ഒഴികെ ഒരു തള്ളയും വീട്ടിലില്ല, വൃദ്ധസദനം ഉണ്ട്. അതുകൊണ്ട് ആടെ കൊണ്ടാക്കിയിട്ട് 1 ലക്ഷം ഉറുപ്പിയാണ് ഡെപ്പോസിറ്റ്. ഞാനൊരു വൃദ്ധസദനത്തിൽ പോയി ക്ലാസ് എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു, നിങ്ങളെപ്പാ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ മോന് 21 വയസ്സായി, ഒരു 10 കൊല്ലം കൂടി കഴിയിട്ട് ഞാൻ വരും എന്തായാലും. അവരാഗ്രഹിക്കുന്നത് എന്താ അറിയോ? വീട്ടിനുള്ളിൽ ഇരിക്കാൻ. നിൽക്കാൻ നമ്മൾ വിടുക ഇല്ല. എന്താ കാരണം? ടൈമില്ലപ്പ. എന്നാൽ അതിനാ വില കൂടുതൽ. അതെ, അതിനാ വില കൂടുതൽ. നല്ല പഴുത്ത മുന്തിരിക്ക കിലോന് 100 രൂപയുള്ളൂ. എന്നാൽ ഉണക്ക മുന്തിരിക്കോ 450 രൂപ. മനുഷ്യന് നേരെ തിരിച്ചിട്ടാ. 30 വയസ്സിലല്ല 1 ലക്ഷം രൂപ വില. 80 പിന്നെ ഇല്ല, കിലോന് 2 രൂപ. മുന്തിരി പോലെ ആക്കണം, നമുക്ക് മുന്തിരി പോലെ ആക്കണം. ഉണങ്ങും തോറും അതിന് ഔഷധ ഗുണം കൂടുന്നുണ്ട്. അപ്പോഴേ ഏകത വരും. ഈ ഏകത വരണ്ടിക്കല്, സമൂഹത്തിന് ഏകത വരണ്ടിക്കല് ഈ മുതിർന്നവരെ ശാപം ഉണ്ടാവുക. ഇപ്പൊ സംഭവിക്കുന്ന അതാണ്. അവര് ഡിപ്രസ്ഡ് ആവുമ്പോ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അവരറിഞ്ഞിട്ട് പറയുന്നില്ല. ശ്രദ്ധിക്കണം. പിടിച്ചോ? തള്ള. ഇത് ചൂണ്ടുവിരല, ഇത് ഇതിൻ്റെ പുള്ള. തള്ളേൻ്റെ പുള്ളിയാണ് ഇത്. ശ്രദ്ധിക്കണേ. ഈ തള്ളയും പുള്ളിയും കൂടി ഒത്താൽ ചിന്മുദ്രയുടെ പ്രത്യേകത ഏകതയുടെ പരമോന്നതിയാ ചിന്മുദ്ര. ഏകത എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിൻ്റെ ഏറ്റവും അങ്ങേറ്റം. അതുകൊണ്ട് ഈ തള്ളയും പുള്ളി വെക്കുക. ഭസ്മക്കൊട്ടയിലേക്ക് വലിഞ്ഞിറങ്ങിയിട്ട് ഭസ്മം എടുത്തിട്ട് ഇങ്ങനെ എടുക്കല്. തള്ളയും പുള്ളിയും കൂടിയാണ് ഭസ്മം എടുക്കുക. എന്നിട്ട് ഈടുന്ന് ഇങ്ങോട്ട് വലിക്കും. ആര് വലിക്കുന്നുണ്ട്? അമ്മൂമ്മയും അപ്പൂപ്പനും പണ്ട് കാലും മുഖവും കഴുകിയിട്ടവർ ഭസ്മക്കൊട്ടയിലേക്ക് എന്തിയിട്ട് നാരായണ എന്ന് പറഞ്ഞിങ്ങ് വലിക്കും. ഈടുന്നല്ലേ വലിക്കുന്നത്. ഈടുന്ന ഈ കണ്ണിൻ്റെ കറക്റ്റ് ലൈന് ശ്രദ്ധിച്ച് ഏകത. ഇങ്ങനെ ഈടത്തേക്ക് വലിച്ച് ഈടിയെത്തിക്കുമ്പോൾ എന്താ വെച്ചാൽ മൈഗ്രെയിൻ ഉണ്ടാവില്ല. കാരണം ഭസ്മം എന്ന് പറയുന്ന സാധനം ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന 32 തരം ഔഷധങ്ങൾ ചേർത്താൽ ഉത്തമമായി അത് ശിവരാത്രിക്ക് കത്തിച്ച് വെയിലത്തുണക്കി വെച്ചിട്ട് അതിങ്ങനെ ഉണ്ടയാക്കി ഭസ്മക്കൊട്ടയിൽ വെച്ചത് ഈടുന്ന് വലിക്കുമ്പോൾ നനച്ച് വലിച്ചാൽ തീരെ മൈഗ്രെയിനോ തലവേദനയോ ഇല്ല. ഈ സാധനം 2 വിരലുകൊണ്ട് എടുക്കുന്നു. ശ്രദ്ധിക്കണേ. പിള്ളേർ നുള്ളുന്നതോ ഇനുണ്ടാവും. നുള്ളിയാവോൻ്റെ ഗുണോഷ്ടം 18-16 വരെ കിട്ടും. പണ്ട് മാഷെല്ലാം നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ഈനുണ്ടല്ലേ, ചെവി പിടിച്ച് ഈനുണ്ടല്ലേ
തള്ളയും പുള്ളി ഒത്താ പിന്നെ ടെൻഷൻ ഇല്ല എന്നർത്ഥം. ഏകതയെ ഇതാണ് ശബരിമലയിലെ ധർമ്മശാസ്താവിൻ്റെ മുദ്ര, ചിന്മുദ്ര. ഈ ചിന്മുദ്ര പഠിക്കാൻ വേണ്ടിയിട്ട് ആ സ്വാമി വിവേകാനന്ദർ വന്നിട്ട് ചട്ടമ്പി സ്വാമികളെ കണ്ടിട്ട് ചിന്മുദ്രയുടെ മുഴുവൻ രഹസ്യങ്ങളും മനസ്സിലാക്കി. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. അയ്യപ്പൻ ഇങ്ങനെ ഇരിക്കുന്നു, അല്ലാണ്ട് അയ്യപ്പൻ മൂക്കുപൊടി വലിക്കാതിരുന്നേ എന്നൊന്നും പറഞ്ഞ് പരിഹസിക്കരുത്. അതും ഏകത മനസ്സിലാക്കാൻ ഏകത ഇങ്ങനെ ഇരുന്നു. അപ്പം അതിൻ്റെ അത്ഭുതം എന്താന്ന് പറഞ്ഞാൽ, ഇത് തള്ള, ഇത് പുള്ള, റൈറ്റ്, ചൂണ്ടുവിരൽ, ഇതിനെ ചൂണ്ടിയിട്ടാ സംസാരിക്കാം. ഇത് നടുവിരൽ, ഇത് മോതിരവിരൽ, ഇത് ചെറുവിരൽ. ഇത് വൈവിധ്യങ്ങളാണ്. ഈ വൈവിധ്യങ്ങളാണ് ഏകതയിലേക്ക് എത്തേണ്ടത്. ഏകത പാടാമാണ് നമ്മുടെ ഐഡിയോളജി, ആശയമാണ്. നമ്മൾ ഈ അമ്മയാണ്, നമ്മുടെ രാഷ്ട്രമാണ്. അപ്പം അതിൻ്റെ മേലെ അതാണ് ഈ 5 വിരൽ തമ്മിൽ പണ്ട് അടിയായി. ഈ 5 വിരൽ സംഘടനയായി. ഈ വിരൽ പറഞ്ഞ് ഞാനാ തള്ള, ഞാനാണ് വലിയ രക്ഷാധികാരി, അങ്ങനെയല്ലോ ഉണ്ട്. ഈ വിരൽ പറഞ്ഞ് എന്നെ ചൂണ്ടിയിട്ടാന്ന് സംസാരിക്കുമോ. ഈ വിരൽ പറഞ്ഞ് എനിക്കാ ഹൈറ്റുള്ള വിരൽ. ഈ വിരൽ പറഞ്ഞ് എനിക്കാന്ന് വിവാഹത്തിന് മോതിരൂടൽ. ഇതൊന്നും മിണ്ടുന്നില്ല. എന്നെ കൊടുത്ത കാര്യം ഇതിനെക്കൊണ്ട് ഞായറാഴ്ച വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെവി വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് അങ്ങനെ ഉണ്ടാവില്ല, വേറൊരു ഗുണമില്ല. ബട്ട് ഏകത. ബട്ട് ഈ ചെറുവിരൽ പറഞ്ഞൊരു ഉത്തരം എന്താണെന്നറിയോ? നിങ്ങൾ ആരെയെങ്കിലും സ്വീകരിക്കുകയോ ഏതെങ്കിലും ദേവതയെ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ഞാനാണ് ഏറ്റവും മുമ്പിൽ. ഞാനാണ് ഏറ്റവും മുമ്പിൽ. എന്താ ഏകതയുടെ ഏറ്റവും വലിയ താളം? ചെറുതാവാൻ പഠിക്കുക, ചെറുതാവാൻ പഠിക്കുക. ബി സിമ്പിൾ. വളരെ സിമ്പിളായി നിന്നാൽ എല്ലാം റിസൾട്ട് കിട്ടും. ആഞ്ജനേയൻ എന്ന് പറയുന്ന അതികായൻ വാനരപ്പടയുടെ ഏറ്റവും പിന്നിലാന്നിരുന്നിന്. സീതാന്വേഷണത്തിന് പോകാൻ വേണ്ടി ചോദിക്കുക, ആര് ചാടും? 500 യോജന അങ്ങോട്ട് ചാടാ, ഇങ്ങോട്ട് ചാടാൻ കഴിയില്ല, അപ്പുറം ചാടാ, ഇപ്പുറം ചാടാതെ വയ്യ, ഒന്നിനുമില്ല. ബട്ട് ചെന്ന് കുത്തി ഇളക്കി. ഹനുമാൻ, നീ ആരാ? സൂര്യദേവനം അമ്പഴമെന്ന് കണ്ടിട്ട് ചാടിയപ്പോ ഹനുവിന് തട്ടുകിട്ടി, നീ വീണു. അമ്മ ആരുമായിരുന്നില്ല, അത്ര വരെ സിമ്പിളായിരുന്ന. അങ്ങ് ഞെട്ടിച്ച് വിട്ടപ്പോഴേക്കാൾ എണീറ്റ് നിന്ന് ഗർജനം മുഴക്കിയപ്പോൾ ലോകം മുഴുവൻ കിട്ടുകിടാ വിറച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിയ ആഞ്ജനേയൻ ഇങ്ങനെ ഇരുന്ന ആളാ. സിമ്പിൾ. അയാൾക്കേ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. തിരിച്ചു വന്ന സമയത്ത് ഓരോരാൾക്കും അനുഗ്രഹം കൊടുക്കാരാമേ, ഓരോരാൾക്കും. അപ്പൊ എന്താ പറഞ്ഞേ? ഒന്നും വേണമെന്നില്ല, എന്നും അങ്ങേ ഓർക്കാൻ പറ്റും. സിമ്പിൾ. ഈ സാധനമാണ് ഈ ചെറുപേരിൽ കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഏകത. എപ്പോഴാണ് നമുക്ക് ഏകത വരിക? സിമ്പിൾ ആവും തോറും ഏകത കിട്ടും, സുഖമായിട്ട് കിട്ടും. ഈ സിമ്പിൾ ആവുകയെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒന്നും ചെയ്യാണ്ടിരിക്കലല്ലേ. നാളെ മുതൽ വളരെ സിമ്പിളായിട്ട് ഡ്രസ്സെല്ലാം കയറിയത് ഇടാം, അല്ലല്ല. ഡ്രസ്സ് ഇടുന്നുണ്ട്, ബെസ്റ്റ് ഡ്രസ്സ് ഇടും. ഷേവ് ചെയ്യണോ? നല്ല ബ്ലേഡ് കൊണ്ട്. ഫുഡ് കഴിക്കണോ? നല്ല ഫുഡ് കഴിക്കുക. സിമ്പിൾ ആവൽ എങ്ങനെയാണെന്നറിയാം? ഇതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിമ്പിൾ ആവുക. അല്ലാണ്ട് ഞാൻ ഇന്ന് അത് കഴിച്ചന്, ചിക്കൻ കബാബ് 3 എണ്ണം കഴിച്ചന്, ആരെ അറിയിക്കണ്ട് ഒരു ഏമ്പൊക്കെ ഇട്ടിട്ട്. ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ഒരു വക്കീൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ ബ്രിട്ടനിൽ പോയില്ല? ഞാൻ പറഞ്ഞു 5-8 വട്ടം പോയിന്. നിങ്ങൾ പോയിന്? ഞാൻ പറഞ്ഞു പോയിന്. ഇന്ന് എപ്പാ പോയിന്? ഞാൻ പറഞ്ഞു 2001 പോയി, 96 പോയി. കളവ് അറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടേ? ഞാൻ പോയിന് കഴിഞ്ഞ മാസം. അയാൾ അത് അറിയിക്കാനാണ് ഈ കുത്തി പ്രവർത്തിക്കുന്നത്. അതിനാ വേണ്ടത്? ബ്രിട്ടനിൽ പോയിട്ട് എന്താ വേണ്ടത്? ഇത് അറിയിക്കാണ്ടിരിക്കാൻ കഴിയില്ല നമുക്ക്. അങ്ങനെ ഒരു ചൊറിയുണ്ട്. നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ടാകുമ്പോൾ ഇങ്ങനെയല്ല. ആരാ നോക്കണ്ട്? അന്നേരം ഇതായിരുന്നു കല്യാൺ സിൽക്സ് എന്ന് വാങ്ങിച്ചു. അന്നേരം നീ അറിഞ്ഞുവല്ലോ ഇത്. ഈ സാധനം മാറിക്കിട്ടിട്ട് വമ്പപ്പാട്ടാണ്. നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യും. കറക്റ്റ് ശ്രദ്ധിച്ചേ. നമ്മൾ എൻ്റെ സാറ്റിസ്ഫാക്ഷനിലേക്ക് ചെയ്യുന്നതോടൊപ്പം മറ്റവൻ അതിനെ എപ്രിഷ്യേറ്റ് ചെയ്യണം എന്നൊരു തോന്നൽ മനസ്സിൻ്റെ ഒരു ഭാഗത്ത് കിടക്കുമ്പോഴായി ഏകത കുറയാം. അപ്പം ഇത് ധരിപ്പിക്കാണ്ടിരിക്കാൻ കഴിയില്ല.
ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാൽ കാണാം. ചാനൽ ചർച്ചയിൽ അധികവും പറയുന്ന കേൾക്കാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഒരിക്കലും ശരിയാവില്ല. എന്നാൽ ഓർമ്മ ശരിയാവേണ്ട, ഓർമ്മ ശരിയായാൽ ശരിക്കും പറയും. മനസ്സിലായില്ലേ? എന്ത് സംഭവിച്ചു 48-ൽ? അമ്മ എന്നാ സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഈ ഏകത എപ്പോൾ വരുമെന്നറിയോ? രമണ മഹർഷി ഏകതയുടെ പര്യായമായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഏകതയുടെ പര്യായമായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ ഏകതയുടെ പര്യായമായിരുന്നു. ഈ ഏകത വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ നേരെ പിടിച്ചോ, അപ്പം മനസ്സിലാവും. ഡിഫറൻസ് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുക. അതെങ്ങനെയാണെന്നറിയോ? വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. നമ്മൾ ചിന്തിക്കരുത് നമ്മളെപ്പോലെ ആവണം മറ്റവൻ എന്ന് ചിന്തിച്ച അപകടം. അവനിടയിൽ ഞാൻ ജീവിക്കുകയാണ്. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായി. എന്തെന്നാ അവർ കളിക്കുന്ന. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു അമ്പലത്തിൽ പോയ ഒരാൾ ചോദിച്ചു, അയാളെന്ന് ഇങ്ങനെ തോന്നുന്നു. ഞാനെന്താ വേണ്ടി, ഞാൻ പ്രഭാഷണത്തിന് വന്നു. നിങ്ങൾ പറയണം അയാളോട് കാല് വളിച്ചിട്ട് തോന്നുന്നു. ഞാൻ അയാളെ വിളിച്ചു. അപ്പോൾ അയാൾ ഇങ്ങോട്ട് വന്നു. എന്നാൽ ഇയാൾ പറയുന്ന കാല് വളിച്ചിട്ട് തോന്നാൻ പാടില്ല. കാല് പണിച്ച് തോന്നും. ഇനി അങ്ങോട്ടേക്ക് അയാൾ ശയന പ്രദക്ഷിണം നടത്തി, അയാൾ തൊഴുതു, നെഞ്ചിന് പിടിച്ചോട്ടെ. അയാൾക്ക് കിട്ടുന്ന ഒരു ഏകതയില്ലേ? അങ്ങനെ വരുമ്പോൾ ഒറ്റ ഏകതയുള്ളൂ. വീടിന്ന് ചെരുപ്പഴിച്ച് കയറുമ്പം ഞാനും എൻ്റെ അമ്മയേ ഉള്ളൂ അവിടെ. ഞാനിത് ഇതിനാ പറഞ്ഞത്. മറ്റൊരാളെ ഞാൻ കാണില്ല. എപ്പെന്നറിയോ? എനിക്ക് ഏകത കിട്ടിയാൽ പിന്നെ ആരാ വന്നതെന്നറിയില്ല. പിന്നെ അമ്പലത്തിൽ ഒരു സ്ഥലത്തും നിശബ്ദത പാലിക്കുക എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര സൈലൻസ് ആയിരിക്കും. എന്താ കാരണം? ഞാൻ എന്നെ മാത്രമാണ് ശ്രദ്ധിച്ചത്. ഞാൻ എൻ്റെ അമ്മയെ മാത്രം ശ്രദ്ധിച്ചത്. ശ്രദ്ധിക്കണം, വേറെ ഒന്നും അവിടെ കാണുന്നില്ല. ഞാൻ ശ്രദ്ധിക്കണേ. ഉറങ്ങിപ്പോയാ? അല്ല, അങ്ങനെയുണ്ട് ഏകത പറഞ്ഞു. ഞാൻ തൃക്കരിപ്പൂര് ചക്രവാണി ക്ഷേത്രത്തിൽ പോയിട്ട് ആള് ഇത്രയും ആളുണ്ട്. അധ്യക്ഷൻ ഇരുന്നിനാടെ പറഞ്ഞ് ഒരാൾ മുമ്പെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോഴേക്ക് അടിച്ചുറങ്ങുന്നു. ആര്? അധ്യക്ഷൻ. അപ്പോൾ അയാളിങ്ങനെ ഉറങ്ങിപ്പോയി. അയാളെ നമ്മൾ ഞെട്ടിപ്പിക്കുക. കാരണം എന്താ? അയാളെ ഏകത അതാണ്. നല്ല സുഖമായിട്ട്. അപ്പം ഞാൻ നിർത്തിയപ്പോൾ പെട്ടെന്ന് ഒച്ച പോയില്ലേ? അയാൾ കരണ്ട് പോയാ? ഞാൻ പറഞ്ഞില്ല, കരണ്ട് പോയി. അങ്ങനെ എൻ്റെ പ്രത്യേകത. അപ്പൊ ഏകത നിങ്ങൾക്ക് ഏലാ കിട്ടുമോ പറയാൻ കഴിയില്ല. ഞാൻ പറയുന്ന ട്രാക്ക് കറക്റ്റ് മനസ്സിലാക്കണേ. ഈ ഏകത യാത്രയിലെല്ലാം ഏകത കിട്ടണം. ഏകത. നമ്മളിപ്പോൾ കാസർഗോഡേക്ക് ടി കയറി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യാത്രയിൽ ആനവണ്ടിയിലാണ് കയറി. അങ്ങനെ കയറി നമ്മൾ എവിടെയല്ലോ എത്തിയിട്ട് ഇവിടെ കൊണ്ട് പകുതിക്ക് ഇറക്കിയിട്ടാണ് ഞാൻ പോയി. ഇനി ഏകത എങ്ങനെയാ? കാസർഗോഡേക്ക് പോകുന്നത്. ലക്ഷ്യം എന്താ? കാസർഗോഡ്. അപ്പം ഞാൻ അവിടെ ഇരുന്നു. ആ ലക്ഷ്യം അങ്ങനെ എൻജോയ് ചെയ്യണം. നാടും സ്ഥലവും കാര്യങ്ങളും എല്ലാം എൻജോയ് ചെയ്യണം. അടുത്തിരിക്കുന്നവന് കുത്തിത്തിരിപ്പാക്കറ്. അന്നേരം ഏകത പോവാ. എവിടെയാ പോകുന്നത്? കാഞ്ഞങ്ങാട്. എന്തിനാ പോകുന്നത്? നിനക്കെന്നാ വേണ്ട? ഞാൻ പോയാലും ടിക്കറ്റും പോയി, എല്ലാം പോയി. ഓനോട് സുഖമായിട്ട് പരിചയപ്പെടാൻ പറ്റുമെന്ന് പരിചയപ്പെടുക. ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് മനസ്സിലായി ഏകത എങ്ങനെയാണെന്ന് അറിയാം. ഏകത ഉണ്ടാക്കൽ അങ്ങനെ. ഇന്ന് നമുക്ക് ഏകത ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, രാവിലെ 6 മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്നൊരു കോയമ്പത്തൂർ ഫാസ്റ്റ് ഉണ്ട് ട്രെയിൻ. നിങ്ങളൊന്ന് പോയി നോക്കണം. ഞാൻ പലതവണ ആളെ യാത്രയാക്കാൻ പോകുമ്പോൾ നോക്കലുണ്ട്. 6 മണി 5:50 ആകുമ്പോൾ ട്രെയിൻ ഫുള്ളാവും. ഒരാൾ അടുത്ത ആളോട് വർത്താനം പറയുന്നത് ഞാൻ കണ്ടില്ല. എല്ലാം മൊബൈലാണ്. വലിക്കുന്നുണ്ട്. വലിച്ച് എത്ര മണിക്ക്? 6 മണിക്ക്. എല്ലാവരും സീരിയസ് ആണ്. ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. ഏകത ഏതിൽ? ഫോണിൽ. ഗുണമാണോ എന്ന് സ്വന്തം ചിന്തിച്ചാൽ മതി. ഗുണമാണോ എന്ന് സ്വയം ചിന്തിച്ചോ. പക്ഷേ ഗുണമാവാതിരിക്കുന്നത് എങ്ങനെയാ? കണ്ണ് പോയി പോവും, മൈൻഡ് പോയി പോവും, വിരല് പോയി പോവും. ഈ വിരലുകൊണ്ടല്ലേ 6 മണിക്ക് തുടങ്ങുന്ന വലിക്കാൻ. അടുത്ത് മലയാളീൻ്റെ വിരൽ പാദത്തിൽ പോവും. ഒരു സംശയവും വേണ്ട. ഇതിങ്ങനെ ബെൽറ്റ് അടിച്ച്. അപ്പം ഈനെന്ത് ചെയ്യണമെന്നറിയോ? ഇനി ഈ രോഗം വരാതിരിക്കാൻ ചെന്മുദ്ര അടക്ക ശീലിക്കണം യോഗയിൽ.
അല്ലെങ്കിൽ എൻ്റെ എനർജി പോയി പോകും. മനസ്സിലായി? ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചിരുന്നാൽ മതി. ആള് കാണെ ഇന്നിപ്പം വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, പ്രഭാഷണം പോകുന്നവരെ ചൊറയൊന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ പോയി വന്നിട്ട് പറ്റിയെന്ന് തോന്നണ്ട. അങ്ങനെ ഉണ്ടാവും. വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടാവില്ല, അപ്പോൾ ഒറ്റക്കല്ലേ ഉള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയാണ് പോയത്, പയ്യന്നൂർ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഇപ്പം നിങ്ങളാണോ പയ്യന്നൂർ അമ്പലത്തിൽ പ്രഭാഷണം നടത്തി? ഞാൻ പറഞ്ഞു അതെ, ഞാൻ എന്നാന്ന്? അതെ, എൻ്റെ ഭാര്യ വന്നിട്ട് സോഫയിൽ നിന്ന് ഒരേ ചിരി. എന്നാ പറ്റിയറിയില്ല, ആരെയാ കാണിക്കണ്ടേ? ഞാൻ നാളെ നിങ്ങളെ കണ്ടാൽ ഒന്നിച്ചു കൊണ്ടുപോയി കാണിക്കുക, നിങ്ങളെന്താ കൂടെ വരാ ഇനി? അന്നേരം പറഞ്ഞ് ഓൾ എന്നെ നോക്കിയിട്ട് എന്നെ ചിരിക്കുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞതെല്ലാം അയാളെയാന്ന് തോന്നുക, പ്രഭാഷണത്തിൽ പറഞ്ഞതെല്ലാം അയാളെയാന്ന് തോന്നുമ്പോൾ ചിരിക്കും. അയാൾക്ക് ദേഷ്യം വരുന്നു, കാരണം ഇത് അയാൾ വരാത്തത് കൊണ്ട് അയാൾക്ക് മനസ്സിലായിട്ടില്ല എന്താ ചിരിക്കുന്നതെന്നല്ല. അപ്പം നമുക്കൊരു കാര്യം പറയുമ്പോൾ ഒരാളെ കാണുമ്പോൾ തോന്നും അതാണോ എന്ന് തോന്നും. അന്നേരം എല്ലാം കൺട്രോൾഡ് ആവണേ. ഇനി ഞാൻ നേരെ പിടിച്ചേ ഈ 5 വിരൽ നിങ്ങൾ, ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഏകത ഈ വിരൽ കൊണ്ടുള്ള ഏകതയാണ്. ഈ വിരൽ നടുവിരൽ, ഇത് നടുവിരൽ മോതിരം. ഈ മോതിര വിരലിനാണ് വിവാഹ മോതിരം ധരിക്കുക. മനസ്സിലായി? ഇടത്തും വലത്തും വന്ന് ധരിക്കുക. അതെന്തിനാണ് ധരിക്കുന്നത് ചോദിച്ചാൽ, കർണാടകയിലുള്ള ഭാര്യയും ഇങ്ങ് കണ്ണൂർ പുതിയയിലുള്ള ഭർത്താവും ഒരു യാത്രയിലൂടെ ഒന്നിക്കുമെന്ന് അല്ലേ? അവരൊന്നിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, അവരൊരു താലി കെട്ടുന്നു. ആ താലി എവിടെ കെട്ടണം? കുടലുമ്പില്ല, ഹൃദയത്തിൽ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഹൃദയത്തെ തൊടണം. ഹൃദയത്തെ തൊട്ടൊരു താലി തൊട്ടാൽ പിന്നെ ഉള്ളത് മോതിരമിടല. ഈ മോതിരം, ഇത് ഫിമെയിൽ, ഇത് മെയിൽ. ശ്രദ്ധിക്കണേ, വലത്ത് കൈ ഇടത്ത് കൈ, ഈ 2 വിരലിനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം ഇട്ട് കൊടുക്കും. ഇത് വാമഭാഗം, ഇതിനിട്ട് കൊടുക്കും, ഇതിനിട്ട് കൊടുക്കും ഇല്ലേ? അപ്പം ഇതെന്താ ഇത് രണ്ടും തമ്മിലെ ഗുണം എന്ന് വെച്ചാൽ, വീട്ടിൽ പോയിട്ട് നോക്കിയാലും മതി. ഈ 10 വിരൽ ഒരുമിപ്പിക്കുമ്പോഴാണ് ഏകത വരിക. ഒരു കൈ കൊണ്ട് മാത്രം തൂവലില്ല, നമ്മളെന്നാലും തൂവും ഇവിടെ വന്നിട്ട്. ഇങ്ങനെ 4 അടി അടിച്ചിട്ട്. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലുള്ള പവർ ലെസ് പവർ, ഇടത്തെ കൈയുടെ ശക്തി കുറവാണ്. ശക്തി ഉണ്ടല്ലോ, വലത്തെ കൈയുടെ ശക്തി നല്ലോണം ഉണ്ട്. അപ്പം ഈ കുറവും കൂടുതലും ഉള്ളത് ഒരുമിക്കുമ്പോഴാണ് ഏകത. എന്നിട്ട് അത് എവിടെയാണ് വെക്കണ്ടേ? ഇവിടെ വെക്കുന്നു. അപ്പം എനർജി കയറുന്നു. അപ്പം നമുക്ക് നോക്കാം, അപ്പോൾ മനസ്സിലാവും. അപ്പം ഈ വീട്ടിൽ പോയിട്ടൊന്ന് നോക്കിയാൽ ഇതിൽ ഏറ്റവും ഹൈറ്റുള്ളത് ഈ വരല. അപ്പോൾ വീട്ടിലായാലും കാർണോർ കുറച്ച് താണു നിന്നാൽ പ്രശ്നം സോൾവ് ആവും. അല്ലെങ്കിൽ അച്ഛൻ കുറച്ച് താണാൽ പ്രശ്നം സോൾവ് ആവും. അമ്മ അതെന്താ പ്രശ്നം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് അച്ഛൻ ലേസ് എന്താകും, ഒരു സോറി പറഞ്ഞാൽ മതി, ഒരു മാപ്പ്. ഇപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് അയാൾ ഒച്ചത്ത് പറഞ്ഞു, എടോ നീ എന്നെ ഒന്നും പറയില്ല, മാപ്പ്. മാപ്പാ കോപ്പ്. ആദ്യം തുടങ്ങി. മാപ്പിൽ നിർത്തണം. ഏകത അവിടെ തീർന്നു. ഈ 2 പേരിൽ നിങ്ങൾ നോക്കിക്കേ, ഹൈറ്റുള്ളത് താണു നിന്നാൽ സോൾവ് ആവും. നിങ്ങൾ ഏടിയതെ. മറ്റവൻ കൂക്കുമ്പം നിങ്ങളും കൂക്കാൻ നിന്നാൽ അടിയുറപ്പാണ്. മറ്റവൻ കൂക്കുമ്പോൾ എന്ത് ചെയ്യണം നരസൂത്രത്തിൽ? ഓൻ്റെ കൂക്കൽ കുറഞ്ഞിട്ടാകും കൂക്കിക്കോളണം, പിന്നെ ഓൻ അടുക്കൂല. ഇതും ഒരു ടെക്നിക്കാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും യോജിപ്പിച്ച് ഈ 2 പേരിലും താക്കുക. ഇതൊരു മുദ്രയാണ്, ശ്രദ്ധിച്ചോ. ഈ സാധനം ഉണ്ടല്ലോ, എന്നിട്ട് ബാക്കി എല്ലാ വിരലും ഒപ്പിക്കുക. മടക്കിയ പോലെ തന്നെ ഒപ്പിക്കണം, ബാക്കി ഇങ്ങനെ മടക്കുക. ഇതൊരു മുദ്രയാണ്, താന്ത്രിക മുദ്ര. ഇനി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ഇത് തള്ളയാണേ, ഈ 2ഉം തള്ളയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം തള്ള അകലും. തള്ള വേണ്ടി വരില്ല പിന്നെ. അയ്യോ എന്തെന്നപ്പം ഈ പേര് ഭർത്താവ് ഓളമ്മയാ വന്നിട്ടുണ്ടെങ്കിൽ തീരെ പറ്റൂല. കോയമ്പെല്ലാം ചുമരിന് തേക്കുന്നപ്പോൾ പിള്ളേർ ചൊറയാന്ന്, പെയിൻ്റ് അടിക്കാൻ കഴിയില്ല. അപ്പോൾ തള്ള വേണ്ട പിന്നെ. ഞാനും എൻ്റെ ആളും. മനസ്സിലായ? കുറച്ച് കഴിയുമ്പോൾ സഹോദരന്മാർ അകലും, അവരും വേണ്ട. പെങ്ങളാ വന്നിട്ട് കുത്തിത്തിരിപ്പ് തേച്ച് ഉണ്ടാക്കുന്നത് അവരും. പിന്നെ കുറേ കഴിയുമ്പോൾ മക്കളാവും, ആ മക്കളും അകലും. 2 മക്കളാണ്, ഒന്ന് ജർമ്മനിയിലും ഒന്ന് ജപ്പാനിലും. ജപ്പാനിലെ മോള് അതിനെ ആരോ തലക്കടിച്ച് കൊന്നു മറ്റേത് പോയി മക്കളങ്ങ് പോയി. പിന്നെ ആരാ ഇടിയുള്ളത് വീട്ടിൽ? ഭാര്യയും ഭർത്താവും. നോക്കിയാൽ ഈ 2 പേരിൽ
ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കി, ഇത് ഇതകറ്റ മറ്റേ വിരൽ അറ്റ കയ്യിലേക്ക് ഭയങ്കര വേദന എടുക്കും. നോക്കിക്കോ, കയ്യിൽ വേദന എടുക്കും. നിങ്ങൾ അത് പറഞ്ഞിട്ടാന്ന് പയ്യന്നൂരിന്നൊരു പെണ്ണുങ്ങൾ ഇത് അകറ്റിയിട്ട് കാര്യം വലിച്ചിടുമ്പോ സ്വല്ല വലിച്ചിടും. അകറ്റിയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അകറ്റിട്ട് കാര്യമാക്കണ്ട. അത് വീട്ടിൽ പോയിക്കോ. യു വിൽ ഫീൽ പെയിൻ when husband and wife they depart. ഭയങ്കര വേദനയായിരിക്കും നിങ്ങൾക്ക് ഒരിക്കൽ. അതുകൊണ്ടാണ് ആ 2 പേരിലും കൂടി നിങ്ങൾ അകലരുത് എന്ന് കാണിക്കും. രാമസീതാസങ്കല്പതായിരുന്നു. രാവണൻ കോട്ടയിൽ അശോകവനത്തിൽ കണ്ണീരണിഞ്ഞ് തല താഴ്ത്തിയിരിക്കുന്ന സീത സ്വപ്നം കണ്ടു. രാമൻ ഒരു നാൾ വാനരപ്പടയുമായി വന്ന് സമുദ്രലംഘനം ചെയ്ത് രാവണ നിന്നെയും തകർത്തെന്നെയും കൊണ്ടുപോകുന്ന ഒരു സ്കോപ്പുമില്ല, ഒരു സാധ്യതയില്ല. പക്ഷേ അതാണ് ഈ അകലാതിരിക്കുന്നതിൻ്റെ പ്രത്യേകത. കറക്റ്റ് മനസ്സിലായിക്കേ, അകലരുത്. ഏകത, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഏകത. കുറ്റമുണ്ടാവും, കുറവുണ്ടാവും, ബട്ട് സോൾവ് ഇറ്റ്. ഈ സൊല്യൂഷൻ കിട്ടേണ്ടിക്ക് ഒറ്റ പണിയേ ഉള്ളൂ. എന്താ സൊല്യൂഷൻ കിട്ടേണ്ടിക്ക് പോണം? ഇടുന്നേ കിട്ടും. എന്തെങ്കിലും പ്രയാസമുണ്ട് അമ്മേ, എന്തൊരു അത്ഭുത ചാമുണ്ടയാ ആ അമ്മ നമ്മളെ കാക്കും. അവിടെ അതിൻ്റെ പ്രത്യേകത. അത് പലതും ഉണ്ടാവും, ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതാണ് ഒരു പഴയ സാധനം എടുക്കാൻ വേണ്ടി വന്ന ഒരുത്തർ റോഡിൽ നിന്ന് പഴയ സാധനം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ പപ്പേട്ടൻ പേപ്പർ വായിക്കുകയായിരുന്നു. ശാന്തയെ നിന്നെ വിളിക്കുന്നതാണ്. ഒരാവശ്യമില്ല, അയാൾ കുത്തിത്തീർപ്പിൻ്റെ ഒരാവശ്യമില്ല. അപ്പൊ ശാന്ത പുറത്തേക്ക് വന്നിട്ട് അതാ നിന്നോടെന്തോ ചോദിക്കുന്നത്. അന്നേരം അയാൾ പറഞ്ഞു പഴയ സാധനം ഉണ്ടോ? നിങ്ങൾക്ക് ദേഷ്യം വന്നു. നിങ്ങൾ എന്നെയാ പറഞ്ഞു. അന്നേരം ആ റോഡുമ്പിലുള്ള ആൾ പറഞ്ഞു പഴയ സാധനം എടുക്കുന്നുണ്ട്, പക്ഷെ ഈ ആക്രി സാധനം എടുക്കില്ല. അത് അതിലും വലിയ പറഞ്ഞു. എല്ലാം ഉണ്ടാവും. വാക്കിൽ, ഒരു നോക്കിൽ, ഒരു പറച്ചലിൽ ഒക്കെയാണ് ഈ ഏകത നഷ്ടപ്പെടാൻ സാധ്യത. പക്ഷെ ആ ഏകത നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. കുഞ്ചൻ നമ്പ്യാർ ഏകത നഷ്ടപ്പെടാതെ തമാശ പറഞ്ഞ ഒരാളാണ്. അതെല്ലാം ഇവിടെ ഉണ്ട്. ഇന്നാ പറഞ്ഞിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ ജീവചരിതം ശിക്ഷിക്കപ്പെടും. ജോക്ക് എന്ന് പറയുന്നൊരു സാധനം കൊള്ളിച്ചു പറയുന്നത് രാജാവ് വരെ അതിൽ നിന്ന് മുക്തനായിരുന്നില്ല. ഓർമ്മിപ്പിക്കലാന്ന് ഈ സരസമായ വാക്കുകൾ. കൈയുടെ ഏകത ഒന്ന് ശ്രദ്ധിക്കണേ. ഇനിയൊരു ഏകത നോക്കിയട്ടെ. ഇതൊരു മൊബൈൽ ഫോണാന്ന് കരുത്. മൊബൈൽ ഫോണിനൊരു ഏകത നോക്കേ. കാരണം അതാണ് എക്സാമ്പിൾ പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഇതില്ലാത്ത ആളുണ്ട് ഇപ്പോൾ? ആരുമില്ല. ഇത് കണ്ടുപിടിച്ച ആൾ മാത്രം, ആപ്പിളിൻ്റെ ഓണർ മാത്രം. അയാളെ കൈമിലില്ല ഫോൺ. അയാളെ മക്കൾക്കും കൊടുത്തിട്ടില്ല, ഭാര്യക്കും ഇല്ല. എന്താ കാരണം? ഇത് ഭയങ്കര റേഡിയേഷൻ അപ്പം. ആരാ പറയുന്നത്? അയാളെ മക്കൾക്ക് ഫോണില്ല. അയാൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. നമുക്ക് ബുദ്ധിമുട്ട് അറിയാം, എന്നിട്ടും നമ്മൾ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഫോണാന്ന് കരുതിയിട്ട് ഇത് ഏകത എങ്ങനെ ഇവിടെ കിട്ടുമോ നോക്കാം. ഫോണിന് നമ്മൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, നമ്മൾ ചാർജ് ചെയ്യും. വീട്ടിൽ ഇവിടേക്കൊരു വീട്ടിൽ പോയി കണ്ടു ഒരൊണ്ടയും 5 വയറും. ജനാധിപത്യം ഇത്രയും ഐക്യം ഞാൻ വേറെ വീട്ടിലും കണ്ടിട്ടില്ല. ഒന്ന് അമ്മൂമ്മേൻ്റെ, അത് ഉണങ്ങി ചുരുങ്ങിയ ഒരു സാധനം, അത് സ്മാർട്ട് ഫോണൊന്നും. ബാക്കി വലിയ 1 ലക്ഷത്തിൻ്റെ ഇങ്ങനെ. അപ്പോൾ ഒറ്റ ഉണ്ടെന്നാണ് വരുന്നത്. ഒരു യാത്രയിൽ ഏകത ഒറ്റ. ആ ഫോണിന് ചാർജ് ചെയ്യണം. നമ്മളെ ഫോൺ നമ്മൾ നിർബന്ധം. എത്ര ശതമാനം ആവണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ ഫോണിൻ്റെ ചാർജ് 100% നിർബന്ധമല്ലേ. 80 കറണ്ട് പോയിട്ടുണ്ട്, 80% ആകുമ്പോൾ കറണ്ട് പോയിട്ടുണ്ട്, ദേഷ്യം വരും. അപ്പാടെ ഇലക്ട്രിസിറ്റിയിൽ വിളിക്കും. അവർ ഭയങ്കര ബളവന്മാരാണ്. പണ്ടേ ആടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബുലായാകെ ആ നമ്പർ തോടി രസ്ത. മനസ്സിലായി? നിനക്കെന്താ മനസ്സിലായി? കറണ്ട് ഇപ്പോഴൊന്നും വരില്ല. ദേഷ്യം വരും. 100% ആവണമല്ലോ, ആവണം. ഇനി നമ്മൾ റീചാർജും ചെയ്യാൻ ഒരു 250 രൂപയ്ക്ക് റീചാർജ് ചെയ്ത 28 ദിവസം 2 GB അൺലിമിറ്റഡ് കോൾ ആണല്ലോ. അപ്പല്ലേ ഫോണിന് ഏകത വരും. ഫോണിന് ഏകത വരുന്ന എപ്പോഴാണ്? ഉപയോഗിക്കുമ്പോൾ. ഈ ഫോൺ ഒന്ന് ചിന്തിച്ച് വീടെ കൊണ്ടുവരണം, ഈ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുവരണം. നമ്മളെ ഫോൺ ഡെയിലി ചാർജ് ചെയ്യലുണ്ടോ? ഉണ്ട്. എന്നാൽ ഈ ഫോണോ കൊല്ലത്തിൽ ഒരിക്കൽ ചാർജ് ചെയ്യും.
നിത്യേന കൊണ്ടുവന്നിട്ട് ചാർജ് ചെയ്യണം. ചാർജർ ഈ അമ്മ തന്നെ തന്നിട്ടുണ്ട്. ഇതാ പൊളിഞ്ഞിന് ചാർജർ 2 പൊളിഞ്ഞിന്. അതിന് റബ്ബർ ബാൻഡെല്ലാം ഇടും നമ്മൾ, പഴയ ചാർജർ. ഇത് രണ്ടും ഒത്ത ഒരു ചാർജറായി. അതിൻ്റെ സോക്കറ്റ് ഇതാ, അതിൻ്റെ ആണിയുണ്ട് ഇടാം, അതിൻ്റെ ഒണ്ട ഇതാ, അതിൻ്റെ കുയി ഇടിയിതാ, ഇങ്ങനെ വെച്ചിട്ട് അവിടെ കയറ്റി വെക്കും. അപ്പം കണ്ണടയും. കറണ്ട് പോകുന്നതല്ല, കറണ്ട് കയറ്റാനാണ്. അങ്ങ് ചാർജാവും. 100% ആക്കറേ പിന്നെ പോകാൻ കഴിയില്ല. ഒരു 40 മതി ഒരു ദിവസത്തെ ചാർജ്. ഒരു റീചാർജും ചെയ്ത് വെച്ചിട്ട് പോകാം. റീചാർജ് എത്രയാ? ഒരു നെയ്വിളക്ക് ഒരാഴ്ചക്ക് മതി. ഒരു പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ അവിടെ നിൽക്കണം. ഏകത നമ്മൾ പാഞ്ഞു പെരുന്നയാന്നേ. പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അർച്ചകൻ പറയുന്നത് കേൾക്കണം. ജംബുദ്വീപേ പറയുന്നത് കേൾക്കണം അയാൾ. ജംബുദ്വീപേ ഭാരതവർഷേ എന്നാ എന്നെ തുറച്ചു നോക്കുന്നു. അദ്ദേഹം പറയലതാ, ഏഷ്യാവൻകരയില് ഭാരതത്തില് ഇത് അംശം, ഈ അക്ഷാംശത്തില് ഇന്ന നക്ഷത്ര ജാത ഇന്ന നാമത്തിലുള്ള മകൻ അല്ലെ മകൾ വന്നിട്ട എന്നാണ് അർച്ചകൻ പറയും. അപ്പൊ അമ്മ എത്തി പോകും, കാണൂല. മോനും മോളും എടുത്തു പ്രദക്ഷിണം പൊക്കുകയും. മെമ്പ്രാസിനോട് എന്താ പറയാ, ഇത് കഴിക്കേ, ഞാൻ പ്രദക്ഷിണം തിരക്കാന്ന്, ഭയങ്കര തിരക്കാ. അപ്പൊ അമ്മ എത്തി പോയി 10 റുപ്യേൻ്റെ പുഷ്പാഞ്ജലി ഔട്ട്. ആടെ നിന്നിട്ട് ചാർജ് ചെയ്യുമ്പോന്ന് ഇതെടുത്ത് ഗണിച്ചു അതിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് തരുമ്പോൾ നമ്മളിങ്ങ് വാങ്ങും. ഏകത ആദ്യം എന്താ തരുക? തീർത്ഥം തരുന്നത് എല്ലാവരും യോജിച്ച് ചെയ്യേണ്ടേ. അതായത് പറഞ്ഞിട്ട് വിവാദമായി പോറും. അർച്ചകൻ, പ്രാർത്ഥിക്കാൻ വരുന്ന ആള്, ഈ ഇല മുറിക്കുന്ന ആള്, പൂവറച്ചിക്കുന്ന ആള് എല്ലാം. ഇദ്ദേഹം ഇങ്ങ് വന്നിട്ട് വെള്ളി കെട്ടിയ ഒരു ശംഖില്ലേ, ആ ശംഖില് വെള്ളം ഇങ്ങനെ ഒഴിക്കുക. രാവിലെ മണിക്കിണർന്ന് എടുക്കുമ്പോൾ അത് വെള്ളമാണ്. H2O, ഹൈഡ്രജനും ഓക്സിജനും യാത്രയാണ്. 2 പ്രത്യേക വാതകങ്ങൾ, ഹൈഡ്രജനും ഓക്സിജനും ഒരു യാത്രയിൽ ഒന്നിച്ചു, H2O. അപ്പം എന്തായി? വാട്ടറായി. ആ വാട്ടർ മണിക്കിണറിൽ നിന്ന് എടുക്കുമ്പോൾ വെള്ളമാണ്. അദ്ദേഹം അതെടുത്ത് ഒരു പാത്രത്തിലാക്കി. എന്നിട്ട് തുളസി ഇല, ബാസിലസ്, ഓക്സിജൻ ഏറ്റവും പ്രവഹിപ്പിക്കുന്ന ഒരു ഇലയാണ് തുളസി ഇല. ഈർപ്പം വലിച്ചെടുക്കുന്നത് തുളസി ഇല. വായു മലിനീകരണം ഒഴിവാക്കുന്നത് തുളസി ഇല. അതുകൊണ്ടാണ് നടുമുറ്റത്തൊരു തുളസിത്തറ. അത് കാറ് തിരിക്കാൻ കഴിയാത്തതുകൊണ്ട് തുളസിത്തറ പൊളിച്ചു മാറ്റി. കാറ് തിരിക്കണ്ടേ, അപ്പൊ തുളസിത്തറ ഇല്ല. അപ്പൊ തുളസിത്തറക്ക് കണക്കുണ്ട്. വീടിന്റെ അതേ വാസ്തുക്കാരനാണ് കുറ്റിയിടും, തൊട്ടിട്ടാടെയാണ്. അപ്പൊ ഈ ജലം ശംഖിലേക്ക് ഒഴിച്ച് ഈ വിരല് വെച്ച്, ഈ വിരല് അതാണ് ഗൃഹസ്ഥന്റെ വിരല്, ആ വിരല് വെച്ച് മന്ത്രം ചെല്ലുമ്പോഴേക്ക് അത് തീർത്ഥായി. ആ തീർത്ഥം ശംഖ് കാൽസ്യമാണ്. അതാണ് വെള്ള കളറ്. എല്ലിന്റെ കളറ് വെള്ളം. എല്ലിൽ ഏറ്റവും അധികം ഉള്ളത് ഇടിയുള്ളത് കാൽസ്യം. കാൽസ്യം കുറയുമ്പോന്ന് എന്ത് വേന തുടങ്ങുന്നത്? മുട്ടുവേന. അപ്പൊ ഡോക്ടർ ഒരു ഗുളിക തരും, കാൽമാക്. അതെ. അപ്പൊ മുത്തപ്പൻ പറഞ്ഞു, നീ ഒരു ആശുപത്രിയിൽ പോണ്ട, ഞാനൊരു പ്രസാദം എനിക്ക് വേറെ കഴിച്ചാണ്. ഉണക്കമുള്ള പയർ, പ്രോട്ടീൻ, പച്ച തേങ്ങ, ഈ കോമ്പിനേഷൻ കാൽസ്യം കൂടും. അപ്പൊ ഈ ജംഗ്ഷനില്ലേ, ജംഗ്ഷന്റെ ബ്ലോക്ക് കുറയും. ജംഗ്ഷന്റെ ബ്ലോക്ക് കുറയുമ്പോൾ വളരെ വളരെ ക്ലിയറായി. ജംഗ്ഷനിലല്ലേ ബ്ലോക്ക്? വളവട്ടണം ജംഗ്ഷനിൽ ബ്ലോക്ക്, പുതിയൊരു ജംഗ്ഷനിൽ ബ്ലോക്ക്, താഴെ ചൊവ്വ ബ്ലോക്ക്, മേലെ ചൊവ്വ മൊത്തം ബ്ലോക്കാണ്. ഇത് ഫ്രീ ആവുന്നില്ല. ഈ ഫ്രീ ആവണ്ടെങ്കിൽ ഈ കാൽസ്യത്തിന്റെ ആവശ്യം കറക്റ്റ് ആയിരിക്കണം.
ശ്രദ്ധിക്കണേ. അത് മുത്തപ്പൻ പ്രത്യേകിച്ച് കൊടുത്തത് തെങ്ങ് കയറുന്ന ആ വിഭാഗത്തിനാണ്. കാരണം അവർക്കായി കാലും കൈയും ഇങ്ങനെ വരുന്നുണ്ട്, അവരൊക്കെ കൊടുത്തിരുന്നത് കൂടുതൽ. എന്തൊരു സയന്റിഫിക്കാണ് ആ സാധനം. ആ കയറ്റമില്ലേ, ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ശംഖിൽ നിന്ന് കാൽസ്യത്തിൻ്റെ അംശമുള്ള തീർത്ഥം മേലെ നിന്ന് ഇങ്ങനെ ഒഴിക്കുക. അത് ഒഴിക്കുമ്പോഴുള്ള ഒരു ഏകത കിട്ടണ്ടെങ്കിൽ വെറുതെ ഒഴിക്കുന്നതാണെങ്കിൽ വെള്ളം. ഏകത കിട്ടണ്ടെങ്കിൽ വിഷൻ ഉണ്ടെങ്കിൽ ശിവന്റെ മഹാശിവന്റെ തിരുജടയിൽ നിന്ന് ഗംഗ എങ്ങനെ ഒഴുകുന്നുവോ അതുപോലെ ഈ തീർത്ഥം വരിക. അപ്പോൾ ഏടിയ പിടിക്കുക ഉള്ളം കയ്യിൽ. അപ്പോൾ ഏകത ഏടുന്ന വന്ന് ഒരു ജലം ഒഴുകി പല കൈവഴിയായി തോടിലൂടെ വന്ന് പല തോടിലെ ഒഴുകി പല പുഴയിലെത്തും. പല പുഴകൾ ഒഴുകി ഒരു കടൽ. ഏകത നോക്കി. യാത്ര എങ്ങനാണ് വന്ന് അത് അരുവിയായി ഇങ്ങനെ വന്ന് തോടായി പുഴയായി കടലായി. ആ കടലാവുന്നതാ ഏകത. ഇതിങ്ങനെ വരുമ്പം ഇങ്ങനെ ഒഴിക്കുമ്പം ആ ഒഴിക്കുന്ന ബോധത്തിൽ ഇങ്ങനെ വാങ്ങുന്നത് ഉള്ളം കയ്യിലാണ്. ശ്രദ്ധിക്കണേ, ഏകത കിട്ടേണ്ടിക്കുള്ള കാര്യമായി പറഞ്ഞു. ചുവടുകൾ ഓരോന്നും യാത്രയിൽ നിന്ന് ഏകതയിലേക്കാണ്. ശ്രദ്ധിക്കണം. ഇതിങ്ങനെ വാങ്ങി ശരാശരി ഭക്തൻ എന്താ ചെയ്യൽ? അങ്ങ് കൂടി വലിക്കുന്ന ഒച്ച പാപ്പഞ്ചേരി കേൾക്കാം. ഇതൊരു വലിയ വിൽക്കുന്നു. സൂക്ഷിക്കണേ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. ആദ്യം കുടിക്കരുത് എന്ന് പറയാം. എന്താ ചെയ്തിങ്ങ് വാങ്ങിയാൽ അത് നമ്മൾ ഒഴിച്ചു എടുത്തേക്ക് മൂർധാവിൽ. ഏകത. എന്താ മൂർധാവിൽ ഒഴിക്കാൻ കാരണം? യാത്ര ശ്രദ്ധിച്ചോ. യാത്ര, ശരീരത്തിലെ യാത്ര, ചുണ്ടിൻ്റെ മേലുള്ള ബ്ലഡ് യാത്ര ചെയ്യും. എടുത്തേക്ക് മേലേക്ക്. എവിടെ വരെ? ആടുന്ന ആദ്യം അത് താഴേക്ക്. നമ്മളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കണേ. ഈ ഒഴുക്ക് മേലോട്ടും താഴോട്ടും ഇല്ലെങ്കിലേ പോയി ബ്ലഡ് ക്ലോട്ടായി പോകും. എന്നാ എന്നെ നോക്കുന്നു? ഒന്നും ചെയ്യുന്നില്ല. ബ്ലഡ് മേലോട്ട്. ഇതാണ് വീട്ടിന്റെ 2ാം നിലയിലേക്ക് വെള്ളം പോകുന്നത് പൈപ്പിൽ. ഇതിന്റെ തിയറിയാണ്. ഈ തിയറിയാണ്. അപ്പൊ എന്താ ചെയ്യാ? ഈ സാധനം എടുത്ത് വീട് വയ്ക്കാൻ കാരണം ഇതിന്റെ സകലമാനമായ പാച്ചലും മൂർധാവിലേക്കാണ്. അതാണ് ബ്ലഡിന്റെ പ്രഷർ കയറുന്നത് മൂക്കിനല്ല, തലയിലാണ്. ശ്രദ്ധിക്കണം. ഈ സാധനം ഇങ്ങനെ ഒഴിക്കുന്നത് ഇവിടെ വളരെ ചെറിയൊരു ദ്വാരം ഉണ്ടെന്നാണ്. അതിലേക്കൂടെ വെള്ളം ഒഴുകുമ്പോൾ ജലദോഷം വരുന്നു. ചെറിയത്, വലുതൊന്നുമല്ല. അപ്പൊ ഈടെ കൂളാക്കുന്നുണ്ട്. മൂർധാവ് കൂളാവും. ഈ തീർത്ഥം ഒഴിക്കുമ്പോൾ മൂർധാവ് കൂളാവും. എന്താ മൂർധാവ് കൂളാവാൻ കാരണം എന്നറിയോ? രാവിലെ രാത്രി ഉറക്കത്തുള്ള ടെൻഷൻ മാക്സിമമായിട്ട് ഉറങ്ങി രാവിലെ തെളിഞ്ഞ് കുളത്ത് പോയി കുളിച്ച് കൂളാക്കി വന്നിട്ട് അതിലും വലിയൊരു ഔഷധം തലയിലേക്ക് ഒഴിക്കുമ്പോൾ ഡാഡി കൂൾ. മനസ്സിലായ? മമ്മിയും കിട്ടിയാലേ ചോദിച്ചാൽ മമ്മി ഓൾസോ കൂൾ. ഡാഡിയും മമ്മിയും കൂളാവും. വളരെ സൂക്ഷിച്ചിട്ടേ. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾ കിട്ടിയ പാടി ചോദിച്ചു എല്ലാം ഒലിച്ചതായ. അപ്പം ഇയാൾ പറഞ്ഞു ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഡൈ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഡൈ ചെയ്യാൻ അമ്മ പറഞ്ഞില്ല. ഡൈ ചെയ്യാൻ അപ്പം ഡൈ ചെയ്യുന്നവരെന്ത് ചെയ്യണം? ലേശം തെളിച്ചാൽ മതി. അപ്പം നമുക്കെല്ലാം തെളിക്കാം, നല്ലോണം ഒരു ചോറിയില്ല. പക്ഷെ എന്നാലും ചെറുങ്ങനെ തെളിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകണം. അല്ലെങ്കിൽ ഇതിന് ഉള്ളിലേറെ മാറാപ്പാടില്ല. ലേശം ഇങ്ങനെ ഒഴിച്ച് തെളിച്ചാൽ മതി. അപ്പം തെളിച്ചു പോകും. ബാക്കി ഉണ്ടാവുമല്ലോ. ഈ തെളിച്ചതിൻ്റെ ബാക്കി കൈ തൊടാതെ അത് എടിയ ഉള്ളിലേക്ക്. എന്തിനാ ഈ ഉള്ളിലേക്ക്? എന്തെല്ലാം യാത്രയാ പുറത്ത്? വ്യത്യസ്തമായ അവയവങ്ങളാണ്. ഉള്ളൊന്നേ ഉള്ളൂ, ഹാർട്ട്. വ്യത്യതേ ഉള്ളൂ. യാത്രയിൽ നിന്ന് ഏകത നോക്കിക്കോ. കൊടല്, കിഡ്നി. ശ്രദ്ധിക്കണം, ഇതിന്റെ ഫങ്ഷനല്ല ഏകതയാ. ബാഹ്യമായത് വ്യത്യസ്തമാണെങ്കിലും ആന്തരികമായതൊക്കെ ഏകത.
ആ ഏകതയെ ഊർജപ്പെടുത്താനാണ് ഈ തീർത്ഥം അങ്ങ്. അത് ഫീല് ചെയ്ത് കഴിച്ചാൽ എഫക്റ്റ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ ഒരു വീട്ടിൽ കൂടുതലിന് പൂജ നടത്തിയതിന് രാവിലെ നമ്മളെല്ലാം പങ്കെടുത്തിനെ വമ്പം പൂജ നടത്തി, നല്ല പുകയും കാര്യമില്ല. 5:30 ആകുമ്പോൾ ഇയാൾക്കൊരു ഫോൺ വന്നു. ഇയാൾ ഈ വലിയ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, നീ ഒരു 7 മണിക്ക് വിളിക്ക്, ഞാനൊരു ചൊറയിലാണുള്ളത്. ഞായച്ചു അല്ല, അങ്ങ് എന്ത് ചൊറയാ ആക്കിയിട്ട് പോകുന്നു, വീട്ടിൽ കൂടുതലാന്ന്. അത് ഞാൻ പറഞ്ഞു പോയതാ. പോരെ, പറഞ്ഞു പോയാൽ പോരെ, ഒരു വാക്ക് പോലെ. അഗ്നിയല്ലേ, മന്ത്രമെന്ന് പറയുന്നതല്ലേ. അപ്പം നമ്മളെ വിഷൻ പോലെ ഇരിക്കും ഈ കാര്യങ്ങൾ. പറയാൻ തോന്നും ചിലപ്പോൾ. അതാ ഒരു നമ്പൂരിൻ്റെ അതിര് കയ്യേറാൻ വന്നപ്പോൾ ഇയാൾ അതിരുകാരനെ വിളിച്ചിട്ട്, മുത്തപ്പ വാഹന പുത്ര, നിന്നെ ഞാൻ വിടൂല. ഓനൊന്നും തിരിഞ്ഞിട്ടില്ല, ഓൻ വൈകുന്നേരത്തെ ഓന് തിരിയുന്നതാണ്. നല്ല ഭാഷയാണ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ നമ്പൂരിപ്പാട് തെറ്റൊന്നും പറയാനില്ല. നല്ല വാക്കുപയോഗിച്ചാലും അതിൻ്റെ ഏകത ശ്രദ്ധിക്കണം. ഏകത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ഈ സാധനത്തിലൂടെയാ പിടിക്കേണ്ട. അപ്പൊ ഞാനിത് എന്തിനാ പറഞ്ഞെന്നറിയോ? ഈ കഴിക്കുന്നത് തീർത്ഥമാണ്, എൻ്റെ ഔഷധമാണ്, എനിക്കിത് ഫീൽ ചെയ്താൽ ഏകത. അല്ലെങ്കിൽ അങ്ങനെ പോരാ. ഏകത അടുത്തതാ വരുന്നേ. അടുത്ത ഏകത വരുന്നത് എൻ്റെ ഹെഡ് കൂളാക്കാനാ. ചന്ദനം തരുന്നു, പ്രസാദം തരുമ്പോൾ അതിങ്ങനെ വാങ്ങണം. ഏതിലയിലാ പ്രസാദം തരുന്നത്? വൈ സെഡ് എന്തിനു വാഴയിലില്ല, എന്തിന് അത് ആലോചിക്കട്ടെ. നമുക്ക് ഇടക്കൊന്ന് ഞാൻ ഈ ഏകതയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ ആലോചിക്കാന്നറിയും. ഏകത ചെറിയ ചെറിയ സാധനം. വാഴയിലയിൽ ഭക്ഷണം തരുന്നു, വാഴയിലയിൽ പ്രസാദം തരുന്നു. എന്താ വാഴക്ക് നമ്മളുമായിട്ട് ബന്ധം? ഒരു ചോദ്യമല്ലേ. കദളീവനത്തിൽ വിശ്രമത്തിനിരുന്ന ആഞ്ജനേയ സ്വാമികൾ കദളീവനത്തിലാ കിടന്നു. ശ്രദ്ധിക്കണം. ഈ വാഴക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ വാഴക്ക്? ഏറ്റവും അധികം വൈറ്റമിൻ D3 ഉള്ളത് വാഴയില. വിറ്റാമിൻ D3 ഏറ്റവും അധികം വാഴയില. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കോ, നല്ല ചൂട് പായസം ഇലയിൽ വിളമ്പിയിട്ടങ്ങ് കഴിച്ചു നോക്കിയാൽ വട്ടത്തിൽ കറുപ്പാണ്. അപ്പൊ ആ പച്ച എടുത്തു തിന്നു. പച്ചയെല്ലാം തിന്ന് തീർത്തോളണം, അല്ലെ ഇത് ചൊറ വരും. അപ്പൊ ഇതിങ്ങനെ ആക്കിയിട്ട് പായസം കഴിക്കുമ്പോൾ ഈ പായസത്തിൽ വിറ്റാമിൻ D3 അങ്ങ് കയറി. അതുകൊണ്ട് ഉപ്പിലയിലല്ല കഴിക്കുന്നത്, വാഴയിലയില. അപ്പൊ വാഴയിലയിൽ ഏറ്റവും അധികം വൈറ്റമിൻ D3 ഉള്ളത്. അപ്പൊ എന്താ വൈറ്റമിൻ D3 കൊണ്ടുള്ള ഗുണം എന്നറിയോ? അനാവശ്യ ക്ഷീണമായിരിക്കും വൈറ്റമിൻ D3 കുറഞ്ഞ. മലയാളിക്ക് ഇപ്പം ഭയങ്കര കുറവാന്ന് പറയുന്നത് വൈറ്റമിൻ D3. അനാവശ്യ ക്ഷീണം തോന്നുക. രാവിലെ എണീറ്റിട്ട് ഭാര്യ സോഫയിൽ ഇരുന്നിട്ട് ഒന്നും കഴിയുന്നില്ലപ്പം, പോകും ഭർത്താവിനെ കാണുന്നില്ല. അയാൾ ഈ സോഫേൻ്റെ അടിയിലായി. അല്ലെങ്കിൽ 5 മണിക്കേ വീഴുന്നതാണ്. ഇവര് പിന്നെയാ വീഴുന്നത്. എന്നാ അവര് എന്തോ ഒരു ക്ഷീണപ്പാ. എന്തെന്ന് കറക്റ്റ്. അപ്പൊ നോക്കിക്കോ, ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കോ. വൈറ്റമിൻ D3 20 കുറവായിരിക്കും. വൈറ്റമിൻ D3 എത്ര കൂടുന്നോ അന്ന് നിങ്ങൾക്ക് ഉന്മേഷം കൂടും. അതുകൊണ്ടാണ് പണ്ട്, ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് പണ്ട് വെയിൽ കൊണ്ടത്, ആദിത്യനെ നമസ്കരിച്ചത്, ഗായത്രി ഉരുവിട്ടത്, സൂര്യനെ ബേസ് ചെയ്തിട്ടാ ഏകത ഉണ്ടാക്കിയത്. ഇന്ന് സൂര്യൻ കൊള്ളുന്നില്ല, വെയിലുള്ളുന്നില്ല, കുട്ടികളെ തീരെ കൊള്ളിക്കുന്നില്ല. കൊണ്ടാ കറുത്തു പോയെങ്കിൽ പിന്നെ അതിൻ്റെ കല്യാണം കഴിയാണ്ടായി പോകും. ഇത് കിട്ടിയതൊരു കറുത്ത് പോയിത്തൊരു തന്നെ. നമ്മളിതെല്ലാം ഡീൽ ചെയ്ത് വെക്കും. അതൊന്നല്ല, വെയിൽ കൊണ്ടില്ലെങ്കിൽ ക്ഷീണം ഉറപ്പാ. അപ്പൊ ഈ വെയിൽ ഏറ്റവും അധികം വൈറ്റമിൻ D3 ഉള്ളത് വാഴയില. അതുകൊണ്ടാണ് പണ്ട് തൊടിയിലൊരു വാഴ വെച്ചത്. ഇനി വാഴക്കൊരു ഇമോഷണലായ ഐഡിയോളജി ഉണ്ട്. എന്താണെന്നറിയോ? ആ വാഴ കണ്ട ഒരു സുഖ. വാഴ മേലോട്ട് വളരും, അതിന്റെ കൊല താഴ്മതാൻ അഭ്യുന്നതി. ഏറ്റവും ഭയങ്കര സിംബോളിക്കായ ഒരു സാധന. നിങ്ങൾ എത്ര മേലോട്ട് വളർന്നാലും ഏകത എപ്പോഴാ കിട്ടുമെന്നറിയോ? ഒന്ന് തല കൊലിച്ചാ തീർന്നു. ഇനി വാഴക്കൊല നോക്കിയിട്ടുണ്ട് എപ്പെങ്കിലും? ഒരുപാട് കായ. ഇതാ മനസ്സിലായോ? ഇത് വെറും മൈസൂർ കായൊന്നുമല്ല, കദളിപ്പഴ. ഇതല്ലോ നല്ല പഴങ്ങൾ. അതൊരു കൂമ്പിലാത്തി വെക്കുക. എടാ ഏകത ഡിഫറൻ്റ് ആണ്, വൈവിധ്യമുള്ളതാണ് വന്നത്. അത് ചെന്നിങ്ങനെ എത്തി നിൽക്കുന്നത് ഏകത ഒറ്റയൊന്നില്ല.
ആ ഏകതയാ പിടിക്കണ്ട. ആ ഏകത പിടിക്കാനാണ് ശ്രീകോവിലിന്റെ മേലെ ഒരു താഴികക്കുടം കാണാം. 3 ഇങ്ങനെ കാണാം. ബ്രഹ്മ, വിഷ്ണു, ശിവ. പിന്നെ ആത്യന്തിക പോയിന്റ്, അത് ഭയങ്കര സംഭവമായിരിക്കും. ഇറീഡിയം എന്നൊരു ലോഹം കൊണ്ടാണ് ഉണ്ടാക്കുക. ഇറീഡിയം എന്താ? ഇറീഡിയത്തിന്റെ പ്രത്യേകത, ഉദയസൂര്യൻ അടിക്കുമ്പോൾ ഓക്സിജൻ, മഞ്ഞ് വീഴുമ്പോൾ ഓക്സിജൻ, മഴ പെയ്യുമ്പോൾ ഓക്സിജൻ, രാവിലെ സൂര്യോദയത്തിന് മുമ്പേ ഓക്സിജൻ ഇങ്ങനെ പ്രവഹിക്കും. ആ ഇറീഡിയത്തിലെ ഓക്സിജൻ കിട്ടാനാണ് രാവിലെ വന്നിട്ട് ക്ഷേത്രത്തിന് എന്ത് ചെയ്യേണ്ടത്? പ്രദക്ഷിണം വെക്കേണ്ടത്. അതിന്റെ ട്രയലാണ് അമ്പലത്തിന്റെ മുമ്പിലുള്ള കുളം. കുളത്തിലൊന്ന് മുങ്ങിയാ നന്ന്. വേണ്ട, ചൊറയാണ്ട, കാലും മുഖം കഴുകിയാൽ മതി. എന്താ കാരണം? ഞാന്ന് കുളിച്ചിനപ്പ കയ്യല്ല, തണുപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാലും മുഖം കഴുകിയാൽ മതി. പക്ഷെ അത് കേരിയ പാട് ഒരു അരയാല് കാണാം. ഒരു അരയാലുണ്ടാവും കുളത്തിന് മുമ്പിൽ. ആ അരയാല് ചുറ്റും രാവിലെ ഓക്സിജൻ. എന്താ കാരണം എന്നറിയോ? അരയാലിന്റെ അടുത്ത് പോയി നോക്കണം, ഇല എപ്പോൾ അനങ്ങുന്നുണ്ടാവും. ഏറ്റവും അധികം ഓക്സിജൻ പ്രവഹിപ്പിക്കുന്ന ഒരു മരമാണ് ഇത്. അത് ഓക്സിജൻ കൂടുന്നതുകൊണ്ട് അതിങ്ങനെ പിടിപെടപ്പെടുന്നു. നിങ്ങളുടെ മക്കൾ ഓക്സിജൻ കൂടുതലാണെങ്കിൽ പിടിപെടപ്പെടുക്കും. ഉരുത്തക്കേടിന്റെ സംസ്ഥാന ദിവസം അന്നേരം നമ്മൾ കുച്ചാട് കെട്ടിയിടും, ആനങ്ങി പോറുന്നു. അന്നേരം അത് വയലിലാവും. പായണം. പലതും അവർ ചെയ്യും. പലതും നമ്മളേതെന്തെല്ലാം ചെയ്യും, തച്ചിട്ടും എറിഞ്ഞിട്ടും പാഞ്ഞിട്ടും. ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു കുട്ടീനെ അടിക്കാൻ അറിയാം, അറിഞ്ഞൂടാ, ഒന്നുമില്ല. എന്തെന്ന് ചെയ്യണ്ട? അവരെ ചിന്തകളാണെങ്കിൽ ഭയങ്കര. ഇപ്പൊ ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയോ? ഒരാളുടെ ഏകതയല്ല മറ്റൊരാളിൽ, ഒരാളുടെ ഏകതയല്ല വേറൊരാൾക്ക്. നമ്മളത് ഒരിക്കലും ശഠിക്കരുത്. ഏകത വേറെ വേറെയാ. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ വലിയൊരു മത്സരം വെച്ചു. എന്താണെന്നറിയോ? എല്ലാ രാജ്യത്തെയും കുട്ടികളെ ബുദ്ധിശക്തി പരിശോധിക്കാൻ. ജപ്പാൻ, ജർമ്മനി, അമേരിക്ക, എല്ലായിടത്തും ആളുണ്ട്. ഇന്ത്യയിൽ നിന്നുമുണ്ട്. ഇന്ത്യയിൽ നിന്ന് പോയത് ബാക്കി സ്റ്റേറ്റ് ഒന്നും പോരാ. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഓനാ മത്സരത്തിൽ. അപ്പൊ ഇവൻ പോയി നോക്കും, ഇവന്റെ കൈമിലൊന്നുമില്ല. ഇവനിങ്ങനെ ഒരു മൊബൈലും ഉണ്ട് കാര്യമായിട്ട്. ബാക്കിയെല്ലാം വലിയ കെട്ട് ബുക്കുമായിട്ടാണ് തന്നെ പഠിക്കുന്നത് പോകുന്നു. ഇവന് ഇതെന്തെന്നായിട്ടാണല്ലോ പഠിക്കുന്നത്. മത്സരം തുടങ്ങലും ഒരാൾ വന്ന് ആങ്കർ പറഞ്ഞു, എല്ലാവരും ഇരുത്തിയിട്ട് പറഞ്ഞു, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒറ്റ ചോദ്യം. ആദ്യത്തെ ചോദ്യം മാത്തമാറ്റിക്സ് ആണ്. എല്ലാവരും ഇങ്ങനെ കേട്ടി. പഠിച്ച പിള്ളേർ ആദ്യം നോക്കുന്നു, ഇവനിങ്ങനെ എവിടെയല്ലോ നോക്കും. അവർ പറഞ്ഞു, ഒറ്റ ചോദ്യം, ഒരാടിൻ്റെ വില 25 രൂപ, 25 റുപ്പീസ്. 4 ആടിൻ്റെ വില എത്രയാണ്? ഇംഗ്ലീഷുകാരൊക്കെ ചിരിച്ച്, എന്ത് ചോദ്യം ഇത്? ഒരു മാസമായി പഠിക്കുന്നത് മൊത്തം. ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. ബ്രിട്ടൻ്റെ കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 100, 25 into 4, 100. അമേരിക്കൻ കുട്ടി പറഞ്ഞു അതേപോലെ. ജപ്പാൻ 100. എല്ലാം പറഞ്ഞു. അവസാനമുള്ളത് ഈ കേരളീയൻ. ഓൻ ഏറ്റവും ലാസ്റ്റിലായിരിക്കുക. ചൊർക്കയിലഞ്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല. ഇവനിങ്ങനെ അനങ്ങാണ്ടെന്ന് പോയാലോ. സ്റ്റാൻഡപ്പ് എത്രയാ? 25 റുപ്പീസ് ആണെങ്കിൽ 4 ആടിൻ്റെ വില. ഇവൻ പറഞ്ഞ ചോദ്യം മനസ്സിലായില്ല. നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. മോളെ എവിടെയാ പോകുന്നു? ഓ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം ആലോചിക്കാനാണ്. അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പോരെ. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു പെണ്ണ് വൈകിട്ട് അമ്മ ചോദിച്ചു, നീ എന്താടി വൈകീന്? ലേശം ലേറ്റായി പോയത്. അമ്മ പറഞ്ഞ് ഇംഗ്ലീഷ് പറഞ്ഞല്ലോ. വാമ്പ സംഭവം എൻ്റെ മോള് ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങി. ഞാൻ എന്തെന്നാണ് മോള് പറഞ്ഞു, നീ എന്താ വൈകിയെന്ന് ചോദിച്ചാൽ ഉത്തരം ലേറ്റായി എന്നാണ്. അമ്മക്കും ഇഷ്ടമായി. തിങ്ക് ട്വൈസ്. ഓന്ന് പറയുന്നുണ്ട്, അതിൻ്റെ അർത്ഥം ആലോചിക്കാനാണ്. ഇവൻ ചോദ്യം മനസ്സിലായിട്ടില്ല. അയാൾ പറഞ്ഞു, എന്താ ചോദ്യം മനസ്സിലായിട്ടുണ്ട്? ഒരാടിന് 25 രൂപ, 4 ആടിന് എത്രയാണ്? ഇവൻ പറഞ്ഞു, ഒരാടിന് 25 രൂപയാണെങ്കിൽ 4 ആടിൻ്റെ വില പറയണ്ടെങ്കിൽ ആടിനെ കാണണം, എന്നാലേ പറയാൻ കഴിയും. ദിസ് ഈസ് വേദഗണിത. ഭാരതത്തിന്റെ വേദഗണിത അതാണ്. ഒന്നുപോലെയല്ലല്ലോ മറ്റൊന്ന്, ഒന്നുപോലെയല്ല മറ്റൊന്ന്. അതുകൊണ്ടാ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒന്നും കൂട്ടി യാത്രയാന്ന് വെച്ചാൽ ഇമ്മണി വലിയ ഒന്നും. ഈ ഏകത ശ്രദ്ധിക്കണേ, ഈ ഏകതയാണ് പ്രധാനം. ഞാൻ പറയുന്നത് വളരെ വളരെ ക്ലാരിറ്റിയോടെ എടുത്തിട്ട് സ്വന്തം രീതിയിൽ കിട്ടില്ല.
ഇത് പറഞ്ഞങ്ങ് പോലെയുള്ളൂ. പറഞ്ഞു പോയാ പോരാ, ഇത് മറന്നു പോണ പ്രാവർത്തിയാക്കണം. 100-1 മതി. 100-1. 10 ആളുണ്ടാവും ഒരു നാട്ടില്. ആ 10 ഇത് മനസ്സിലാവുക. അതിൽ 5 ഫീൽ ചെയ്യും. ഇത് 2 മനസ്സിലാക്കും, ഒരാൾ വിജയിക്കും. പ്രാവർത്തികം അതാണ് ഇതിന്റെ പ്രധാനം. അത് ഞാൻ തുടങ്ങിയാലേ കിട്ടൂല. പണ്ട് അതാണ് 3 കള്ളന്മാർ ഇങ്ങനെ നടന്നു പോകുന്നു ടൗണിൽ. അപ്പോൾ ഒരു സർക്കസുകാരൻ ഇങ്ങനെ ഒരു വടിക്ക് ഒരു വലിയ കയറ് കെട്ടിയിട്ട് ഒരു ബാമ്പ സംഭവം കാണിച്ചു കൊടുക്കുകയും ഇയാളിങ്ങനെ പടപട അടിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി 4 വയസ്സുണ്ടാവും, മേലെ കയറി അതിൻ്റെ മേലെ കൂടെ നടക്കുകയും അതിൻ്റെ തലയിലൊരു പാത്രം, ഒരു ഗ്ലാസ്, അതിൻ്റെ മേലെ ഒരു ചെറുനാരങ്ങ. ഇതിങ്ങനെ ആ കയറുമ്പിലേക്ക് നടക്കുക. ആളിങ്ങനെ ഞെട്ടി കഴിക്കുക. അപ്പം ഈ കള്ളന്മാർ ഇങ്ങനെ പോകുമ്പോൾ അവൻ്റെ ഏകത കളവിലേക്കാണ്. ഉടനെ ഒരുത്തം പറഞ്ഞു, ഇത് അടിപൊളിയാണെന്നല്ല, ഇതിനെ നമുക്ക് വാങ്ങിയാലോ? ആ മറ്റോ ചാന്ദ്ര, അല്ല രാത്രി ബാങ്ക് കൊള്ളയടിക്കുമ്പോഴല്ലോ ഈനെ കയറുമ്പിലേക്ക് കയറ്റിയിട്ട് അവിടെ വീട്ട് പൊളിച്ചിട്ട് പിന്നെ നമുക്ക് എളുപ്പത്തിൽ കയറാലോ. അതൊരു ഐഡിയ. നമുക്ക് ചോദിച്ചു നോക്കില്ല. ആ തൊണ്ടനോട് ചോദിച്ച് കുട്ടീനെ വെക്കുന്നു. ആ വെക്കുന്നു. എത്ര? 500 രൂപയോ? 500 എവിടെ? 500. ഞാൻ നാളെ ഇതേപോലെ തന്നെ ഒന്നിന് ട്രയൽ ആയിക്കോളും. അയാൾക്ക് വേഗാവും. 500 രൂപ കൊടുത്ത് തീരെ മേടിച്ചു. എന്തിനാണെന്നറിയോ? ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ. ഒരു കറുത്ത വാവ് ദിവസം അർദ്ധരാത്രിയിൽ ഇനിയും കൊണ്ട് ഇവരൊരു വലിയ ടൗണിലെ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് വീടി ഒരു കയറ് കെട്ടി അപ്പുറം എറിഞ്ഞു കൊടുത്തു. രാത്രി 2 മണിക്ക് ഇരുട്ടല്ലേ, കൂടാക്കൂടി ഇതിനെ മേലെ കയറ്റി പൊളിച്ചു വന്നു. ഇത് കുറേ നടന്ന് പകുതിക്ക് എത്തിയാലും അവിടെ നിന്ന്. അപ്പം ഇവർ ടോർച്ചെല്ലാം അടിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം അത് മിണ്ടുന്നില്ല. അവസാനിച്ചു, എന്താ പോവാത്ത? ഇനി തായെന്ന് മുട്ടണം, എന്നാലേ എനിക്ക് പോകാൻ കഴിയുന്നത്. രാത്രി 2 മണിക്ക് മുട്ടിയാലുള്ള ബുദ്ധിമുട്ട് നമ്മൾ കഴിഞ്ഞാൽ പോലെ മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഈ മേലോട്ട് കയറാൻ ആരെങ്കിലും ബർമാജീനെ പോലത്തെ ആളെ ബാക്കിൽ നിന്ന് മുട്ടിക്കൊണ്ട് നിൽക്കണമെന്ന് ചിന്തിക്കരുത്. മുട്ടിക്കൊണ്ട് നിൽക്കുന്ന പറയുമ്പോഴും ആളറിഞ്ഞു പോകും. നമ്മൾ സ്വയം കയറിയാൽ, സ്വന്തം കയറിയാൽ വിജയിച്ചു. ഏകത കിട്ടും. ചെറിയ കാര്യം ഇത്, ചെറിയ കാര്യം. അപ്പം നമ്മൾ എങ്ങനെ ഏകത കിട്ടുന്നത്? ഈ സാധനത്തിൽ നമ്മൾ ഈ ഓക്സിജൻ പ്രവാഹത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന രാവിലത്തെ പ്രദക്ഷിണം. അരയാല് വളകിക്കൊണ്ടേയിരിക്കും. അരയാല് രാവിലെ പ്രദക്ഷിണം. കിടന്നു നോക്കിയാൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് അരയാത്തർക്ക് ഉറങ്ങിപ്പോവും. ശ്രദ്ധിക്കണം. ഈ രാവിലത്തെ കുളിയും അരയാൽത്തറ പ്രദക്ഷിണവും അമ്പലപ്രദക്ഷിണവും ഏകതയിലേക്ക് എത്തിക്കും. ഏതിൻ്റെ ഏകത? 3 എണ്ണത്തിൻ്റെ ഏകത. ബോഡി, ശരീരം, മൈൻഡ്, മനസ്സ്, ഇന്റലക്ട്, ബുദ്ധി. BMI ചിന്മയാനന്ദജി എന്നും പറയുന്ന ഒരു തിയറിയാണ് BMI തിയറി. ബോഡി, മൈൻഡ്, ഇന്റലക്ട്. ഈ 3ഉം വൈവിധ്യമുള്ളതാണ്. ബുദ്ധി എന്നെല്ലാം പറഞ്ഞാൽ എൻ്റെ ബുദ്ധിയാണ്. കുബുദ്ധി ഒരു ഭാഗത്ത്, സദ്ബുദ്ധി വേറെ ഭാഗത്ത്, കുത്തിത്തിരിപ്പ് വേറെ. എന്തെല്ലാം ബുദ്ധിയാണ് പ്രവർത്തിക്കുന്ന ഒരു സെക്കൻഡ് കൊണ്ട്. മൈൻഡോ പിടിച്ചാൽ കിട്ടുന്നില്ല. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു. മനുഷ്യൻ കാണാത്ത പാതകൾ. പേടിയല്ല ചിന്തിക്കുന്നു. ആ ചിന്തകളെ തിരിച്ചു വരുമ്പോൾ ആദ്യം പൊട്ടുന്നു. പക്ഷെ നിയന്ത്രിക്കാൻ പോണ്ട. നിയന്ത്രിക്കപ്പെട്ടോളും. നിയന്ത്രിക്കാൻ പോണ്ട, നിയന്ത്രിക്കപ്പെട്ടോളും. അതിനെന്താ വഴി? വന്നുകൊണ്ടേയിരിക്കുക, ചെയ്തുകൊണ്ടേയിരിക്കുക. റെപ്പിറ്റേഷൻ. എൻ്റെ അടുത്ത് കൊണ്ടൊരു കുട്ടീനെ കൊണ്ടതിന് നഖം കടിക്കലാവും എൻ്റെ പ്രശ്നം. കണക്കിൻ്റെ ക്ലാസ്സിലും കടിച്ച് വലിച്ചിട്ട് ചോര കൂടി. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിനോട് വരും, അല്ല നിങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുത്ത് ഞാൻ കുറച്ച് കൊടുക്കട്ടെ. അപ്പോൾ മമ്മിയും ഡാഡിയാണ്, അച്ഛനും അമ്മയൊന്നുമല്ല, മമ്മിയും ഡാഡിയും. അമ്മ സംഭവം അവരെ പുറത്തിരുത്തി കുട്ടീനെ ഉള്ളിലിരുത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോനെ പ്രശ്നം? ടെൻഷൻ സർ, ടെൻഷൻ. എത്രയിലാണ് പഠിക്കുന്നത്? 6th. ഓ, എന്നോട് എപ്പം കളക്ടറാവണം എന്ന് പറയും, എന്നിട്ട് പിന്നെ പിറ്റേന്ന് പറയും ഡോക്ടറാവണമെന്ന്. എനിക്കൊന്നും തിരിയുന്നില്ല. പിറ്റേന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എൻജിനീയറിങ് പാസ്സായിട്ട് പത്രത്തിൽ കണ്ടു. അന്നേരം നീ ഇനി എൻജിനീയർ ആയിരിക്കാണ്. ഞാൻ ശരിക്കും എനിക്ക് എന്നാവണ്ട, എനിക്കൊന്നും ആവില്ല. അതായി ടെൻഷൻ കടിക്കുന്നത്. ഇങ്ങനെ കുത്തി തിരിപ്പാക്കിയിട്ട് എന്തെന്ന് ചെയ്യുക? അതിന് ജീവിക്കാൻ വിടൂലല്ലോ. അപ്പം എന്തപ്പോൾ സംഭവം? അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ പുറത്തിരിക്കാൻ മോനെ. എന്നിട്ട് അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം മോനെ, നാങ്കടിയെല്ലാം പോകും. എന്താ വഴി?
ഞാൻ ഒരു വഴിയുള്ളൂ, ഒറ്റ വഴിയുള്ളൂ. അവന് ഈ നാടയില്ലാത്തൊരു ബോക്സർ ട്രൗസർ മേടിച്ചു കൊടുക്കും, ബർമൂഡ. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്, വാട്ട് എ ഫൂളിഷ് സജഷൻ. ആ പെണ്ണുങ്ങളാണ് പറയുന്നത്, ഇംഗ്ലീഷേ പറയുന്നത്. ഞാൻ പറഞ്ഞു, യു മേ സീ ഇറ്റ് ആഫ്റ്റർ 1 week യു ജസ്റ്റ് റിംഗ് ഓഫ് മീ എല്ലാം പറഞ്ഞ് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു, ഹലോ ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഞാൻ അന്ന് വന്ന പെണ്ണുങ്ങളാണ്. ഓ ഞാൻ മനസ്സിലായി, എന്നാ പ്രശ്നം, എല്ലാം ക്ലീനായി, എല്ലാം മാറി. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ട്രൗസർ പിടിച്ച് പൊന്തിക്കലേ ഓന് ടൈമുള്ളൂ. 2 കൈയും എൻഗേജ്ഡ് ആണ്, അല്ലെങ്കിൽ നാണം കിട്ടുമല്ലോ. അപ്പൊ ഇവൻ എല്ലാ സമയം ഇതിങ്ങനെ പിടിച്ചെടുക്കും, മോനെ ഏത് മറന്നു. whenever you are tensed, ടെൻഷൻ ആവുമ്പം ടെൻഷനെ പറ്റി ചിന്തിക്കാതെ ഈടെ വന്നിട്ട് എല്ലാം ഈടെ കൊടുക്കലാണ്. അമ്മേ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമല്ലേ, അതാണ് ഈ മെസ്സേജ് വാഷ് ഔട്ടായി ഡിലീറ്റ് ആവും. അപ്പൊ ഫ്രീ ആവും. ഇതെന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാലോ, പുഴ പറ്റിയിട്ട് നായി വന്ന് കടിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന കുഴപ്പമാവും. കടിക്കാൻ വന്ന അമ്മ രക്ഷിക്കണേ എന്ന് പറയാം. ശ്രദ്ധിക്കണം. അതിപ്പോൾ നിങ്ങൾ വയനാട്ടിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? വയനാട്ടിൽ കർണാടക ബ്രാഹ്മണന്മാർ വയനാട്ടിലേക്ക് ബത്തേരിക്ക് പോകുമ്പോൾ അവരെ വണ്ടിക്കടുത്തേക്ക് ഒരു ആന കാട്ടാനി ഇങ്ങനെ വരിക, മനസ്സിലായ? അപ്പോൾ ഈ അതിൽ എല്ലാവരും കൂടി ഒന്നിച്ച് മന്ത്രം ചൊല്ലി, ഗണാനാം ത്വാം ഗണപതി ഹവാമഹേ, ഇങ്ങനെ ചൊല്ലിയപ്പോൾ ആന കുറേ നിന്നിട്ട് ഒറ്റ പാച്ചൽ. നമ്മുടെ സംഭവം. അതിന് കാരണം ഇവരെ സംബന്ധിച്ച് ഇവർ മന്ത്രം ചൊല്ലി, ആനേനെ സംബന്ധിച്ചിട്ട് ഈ തേനീച്ച വരുന്ന ഒച്ചയാണ് കിട്ടിയ. ഓ എന്ന് പറയുമ്പോ ഇല്ലേ, ആനന്റെ ചെവിയിൽ ഈ തേനീച്ചയുടെ ഒച്ച ആന പറഞ്ഞിട്ട് ഇവര് പറഞ്ഞു മന്ത്രശക്തി ആയിരിക്കാം, ആന പറഞ്ഞു അല്ലേ അല്ല. ഇതെങ്ങനെയാ ഇതിന്റെ ഏകത വരുന്നതെന്ന് രക്ഷപ്പെടല. ദൈവം കാത്തു ദൈവം കാത്തു. നമ്മൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഏകത നമ്മളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് പറ്റും. അതിനെന്താ വഴി? പുലരും ഉണരണം. വേറെ ഒരു കോംപ്രമൈസും ഇല്ല. നാളെ മുതൽ ഇനി മേലാലിയാളെ പോയിക്കോളി ചെയ്യണ്ട, വളരെ റിസ്കിയാവും. എളുപ്പല്ല. 3:30 എണീറ്റുണ്ട് അല്ലേ? മഹാഭാഗ്യം എന്ന് പറയുന്നത് ബ്രാഹ്മ മുഹൂർത്തത്തിലെ ഉണരൽ എന്ന് പറഞ്ഞാൽ അതിലപ്പുറമൊന്നുമില്ല. പുലരും മുമ്പുണരണം, ഉണർന്നാലേറ്റിരിക്കണം. യാത്രയാണ്. ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം, അച്ഛനെ കാണണം മുന്നിൽ. അച്ഛനില്ലെങ്കിൽ അച്ഛനെ ഓർമ്മിക്കാം. അമ്മയെ തൊഴുതിയിടണം, വെളുക്കുമ്പോൾ കുളിക്കണം. സൊല്ലക്കല്ലാണ്ട് ഇയാൾ നിൽക്കൂല. വെളുക്കുമ്പോൾ കുളിക്കണം, വെളുപ്പുള്ളതൊടുക്കണം. ഏകത. ഡിഫറൻറ്റ് യാത്രയിൽ വന്ന് തളർന്നുറങ്ങിയിട്ട് രാവിലെ ഉണർന്ന് മെല്ലെ എണീറ്റിരുന്ന്, എണീറ്റ് ഓർഡർ മെല്ലെ വലതുഭാഗം തിരിഞ്ഞ് എഴുന്നേറ്റ്. അപ്പം എന്താ ഇടതുഭാഗം തിരിഞ്ഞ് എണീറ്റാൽ? വലത്തോറും തിരിഞ്ഞ് എണീക്ക് മക്കളെയിലല്ലേ പണ്ട് പറഞ്ഞു തന്നത്. സയൻസ് പഠിച്ചിന് അവരില്ല. വലതുഭാഗം തിരിഞ്ഞെണീക്കാൻ പറയാൻ കാരണം ഇടതുഭാഗത്താണ് നമ്മുടെ പോക്കറ്റോ ഹൃദയം. പോക്കറ്റോ അതെ, ഹൃദയം. ആ ഹൃദയത്തിന് ബലം കൊടുത്ത് എണീക്കുമ്പം ഈ ഹൃദയത്തിന്റെ ധമനികൾക്ക് ബലം വന്ന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വലതുഭാഗം തിരിഞ്ഞെണീക്കാൻ. എണീറ്റപാട് നിൽക്കാൻ പറഞ്ഞോ? പാടില്ല, ഇരിക്കണം. ഏകത. ഇരുന്നാൽ എന്ത് ചെയ്യണം? ചാടി എണീക്കണ്ട, കണ്ണടക്കാം. അപ്പൊ രാത്രി മുഴുവൻ എന്താ ചെയ്തിന്? ഉറങ്ങുമായിരുന്നു. പക്ഷെ കണ്ണടക്കുന്നത് അറിഞ്ഞുകൊണ്ടുള്ള ഏകത. ഉള്ളിൽ ഈ ദേവതയെ ഓർമ്മ, ഗോഡ് ഓർമ്മിക്കാം. ഗോഡ് എന്നുള്ള വാക്ക് ജി ജനറേറ്റർ, ഉണ്ടാക്കുക. ഓ ഓർഗനൈസർ, നിലനിർത്തുക. ഡി ഡിസ്ട്രക്ടർ, ശിവ. ബ്രഹ്മ, വിഷ്ണു, ശിവ. ഇന്ന് രാവിലെ എണീറ്റാൽ 3 കാര്യം ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാണ്ടാവും.
രാവിലെ 10 മണിക്ക് ഒരാൾ 3000 റുപ്യ കൊണ്ടു തന്നു, ഉണ്ടായി. അത് വൈകുന്നേരം 4:30 വരെ നിലനിന്നു. 5 മണിക്ക് കുറിൻ്റെ മുമ്പെന്ന് പിടിച്ചു വച്ചിട്ട് പോട്ടു, തീർന്നു. നേരാ പറഞ്ഞത്, കഷ്ടായി. ഈ ഗോഡ് എന്നുള്ളത് രാവിലെ ഓർമ്മ. ഈ 3 പ്രക്രിയ വരും. അപ്പം എന്നെ ഏകതയിലെത്തിക്കണേ. ഏകത എന്ന് പറയുന്ന അപ്പം എന്താ? കൂളായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക. കൂളായിട്ട് പേഷ്യൻസ് കാണിച്ചിട്ട് പരിഹരിക്കാൻ പറ്റുക. അല്ലേ ടെൻഷനായി പോകുന്നു. ആവും വലിയ പ്രശ്നമായത്. ആര് പറഞ്ഞാലും. കാശിയിലൊരു സ്വാമി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോണ്ട് അഗ്രഹാരത്തിനൊരു കരച്ചിൽ. അപ്പോൾ ഒരാൾ പറഞ്ഞു, അങ്ങ് ഒരു കുട്ടി മരിച്ചിട്ട്. സ്വാമിജി പറഞ്ഞു, അനങ്ങാണ്ടിരിക്കും, മരണം എന്ന് മറ്റൊരു സാധനമില്ല, കൂട് വിട്ട് കൂട് പോലെ. 4 ശ്ലോകവും എല്ലാവരും അനങ്ങാണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമീൻ്റെ പ്രഭാഷകൻ്റെ അഗ്രഹാരത്തിനൊരു കരച്ചിൽ. ഞാൻ പറഞ്ഞു, എന്നാ അത് പ്രഭാഷകൻ്റെ കുട്ടി വെച്ചു, ഇയാൾ എണീക്കൽ ഓട്ടും. അപ്പോൾ ആൾക്കാർ ചെടിയ പറയുന്നത്, അത് എൻ പിള്ളേ, ഇത് നിൻ പിള്ളേ. ഇതിപ്പോ തീർന്നു പോയത് എൻ്റെതാ, അതുകൊണ്ട് പറയാൻ കഴിയില്ല. നിൻ്റെത് എന്ത് കൈക്കൂട്ട്. അതുകൊണ്ടെന്നാ നമ്മൾ ഈ ആലോചിച്ച് നോക്കേണ്ടത്. ഇത് വളരെ ടഫാണ്, പറയാനില്ല, ടഫാണ്. പക്ഷേ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റും. ചെയ്യണം. സാധിച്ചെങ്കിൽ നല്ലത്. അതാണ് കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ലേ, ഒരാളോട് തിരുവനന്തപുരത്ത് നിന്ന് ചാനലുകാർ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ മദ്യപിക്കും? നല്ലോണം മദ്യപിക്കും. അതെന്തിനങ്ങനെ ചെയ്യുന്നു? അതെന്നെ സൺഡേ ക്ലാസ് പഠിപ്പിച്ചത് മദ്യം ശത്രുവാണ്. മദ്യം ശത്രുവാണ്. പിന്നെന്തിനാ അതിനെ കഴിക്കുന്നത്? അപ്പാടെ തന്നെ അച്ഛൻ പറഞ്ഞു തന്ന്, ശത്രുവിനെ നീ നല്ലോണം സ്നേഹിക്കണം. ഞാൻ സ്നേഹിച്ചു കൊല്ലു ഇനി. അപ്പൊ ഏതാ ശരി? അമ്മ. ഈ വളച്ചൊടിക്കുമ്പോ ഇതെല്ലാം ഉണ്ടോ? എന്നാൽ വേണം. പറ്റും. സാധിക്കോ? ശ്രമിക്കണം. ഏതിലേക്കാ പോണ്ടേ? ഏകതയിലേക്ക് പോകണം. ഏകതയിലേക്ക് പോകുമ്പോഴുള്ള പ്രത്യേകത, യാത്ര വലുതായിരിക്കും അല്ലേ? പുതിയൊരു ടൗണിൽ മാഗ്നറ്റിലെത്തേണ്ട ഇലയും പോവാ, മണ്ഡപത്തിൻ്റെ ഇലയും പോവാ, വെള്ളിക്കുളം വഴി പോവാ, വളവട്ടണം വഴി പോവാ. എന്നാൽ എവിടെ എത്തും? മാഗ്നറ്റിലെത്തും. അതിൻ്റെ ഇപ്പുറത്തി പോറും. മാഗ്നറ്റിലെത്തി നല്ല പൊറോട്ടയിലും കഴിച്ചിട്ട് പോയി, അതിൻ്റെ അപ്പുറത്തേക്ക് ചാടല്ല, ആടിയെത്തും. എങ്ങനെയെല്ലാം എത്തുക? എവിടുന്നല്ലോ പറഞ്ഞിട്ട് വരും. ഈ സാധനം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ അന്തസത്ത. അപ്പൊ ഏകത എന്ന് പറയുന്നത് വ്യത്യസ്തതയിൽ നിന്ന് ഒന്നിലേക്കുള്ള യാത്രയാണ് ഏകത. വ്യത്യസ്തതയിൽ നിന്ന് ഒന്നിലേക്കുള്ള യാത്രയാണ് ഏകത. 5 വിരലുകൾ ഒരു കൈയിൽ ഒതുങ്ങുന്നത് ഏകത. വ്യത്യസ്ത അവയവങ്ങൾ പുറത്തു ബാഹ്യമാണെങ്കിലും ആന്തരിക ഹൃദയം ഒന്ന്, ഏകത. നവഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങുന്നു, പക്ഷെ ഒരു സൂര്യനെ കേന്ദ്രീകരിച്ച് കറങ്ങുന്നു, ഏകത. ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്, അവർക്ക് ഒരു ലീഡർ, ഏകത. സ്കൂള് വിട്ടിട്ട് പോകുമ്പോൾ ചൊല്ലുന്നു എന്തെന്ന്? ജന ഗണ മന അധിനായക. ഇതാ ചെല്ലുന്നു. കുട്ടികളൊന്നും കാണുന്നില്ല. എത്ര കൊല്ലം സ്കൂളിൽ നിന്ന് ചൊല്ലി. ചൊവ്വ സ്കൂളിൽ പോയപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു കുട്ടികളോട്, ജനഗണമനയുടെ അർത്ഥം എന്താ? വേണ്ടുന്നില്ല, മരിച്ച വീട് പോലെ. ഹെഡ് ടീച്ചറോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണ്ടേ ടീച്ചർ ജനഗണ? അന്നേരം പറയുന്നു ചെവിയിൽ. എങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത്? ജയഹേ ചെല്ലുമ്പോഴൊക്കെ പിള്ളേർ വീട്ടിലെത്തി. ജന ഷൂട്ട് ഗണ ബാഗെടുത്ത് മന കൊട്ടയെടുത്ത് ജയഹേ എന്ന് പറഞ്ഞ ടീച്ചർ ഉദ്ദേശിച്ചാ പോയി. ഇതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് കുട്ടിയൊക്കെ അറിയോ? ഇല്ല. ഏകത കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ പണ്ടേ പറഞ്ഞത് ജനഗണമന എന്ന് പറഞ്ഞ എന്താ? സ്കൂൾ വിട്ടിട്ട് പോകാനുള്ള പെർമിഷൻ. ആണെങ്കാണ് ജന ഏകതയാണ്. ജനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരേപോലെ ചിന്തിക്കുന്ന, ഒരുമിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഒരുമിച്ച് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് ജനം. ഇതാണ് ജനം. ഇവിടെ നാട്ടിൽ എത്രയാളുണ്ട്? എല്ലാവരും വന്നുവാ? വരണമെന്നില്ല. യു ആർ ഇൻ ക്യൂ. വി, ഞാനോ ഇനി വേണ്ട, വി ആർ ഇൻ ക്യൂ. നമ്മൾ ക്യൂല. അതാണ് എല്ലാവരും വന്നിട്ടില്ല.
ജനങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ജനല്ല, ഇത് ജനം. അവർ ഗണ, കൂട്ടത്തോടെ, ഏകത. ഈടിപ്പോൾ പല വീട്ടിൽ നിന്നുള്ളവരില്ലേ, പല മനസ്സുള്ളവരില്ലേ, പല ആശയങ്ങളുള്ളവരില്ലേ, പല ചിന്തകളുള്ളവരില്ലേ, പല ഡ്രസ്സിലുള്ളവരില്ലേ, പല രീതിയിലുള്ളവരുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ നാം എല്ലാം ഒന്ന്. ഏകത, ഇതാണ് ഞാൻ പറഞ്ഞ ഏകത. ഏടുന്നെല്ലാം വന്നവരുണ്ടാവും യാത്ര. ആ യാത്ര പല വീട്ടിൽ നിന്നല്ലേ, പലതരം വീട്ടിൽ നിന്നല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭർത്താവ് പറഞ്ഞു പോട്ടാ, എന്നിട്ടും പറഞ്ഞു കുറച്ച് സമയം പോയി കഥ. കാരണം എനിക്ക് സമാധാനം ഉണ്ടാവുമല്ലോ, ഇവിടെ നിന്നിട്ട് സമാധാനം കിട്ടാണ്ടായി പോകണ്ട, അവിടെ പോയി കുറച്ച് ഇരിക്കാം. അപ്പോൾ അയാളും പയ്യ എന്നെ വന്നു. എന്തെങ്കിലും പറഞ്ഞു പിന്നെ ഞാൻ എന്തിനാ പോകുന്നു. അതാ കഴിഞ്ഞ ദിവസം ഒരു വക്കീൽ വീട്ടിൽ നിന്ന് പറഞ്ഞു ഭാര്യയും മക്കളും കൂടി ഗോവയിൽ പോന്നു. അപ്പോൾ ഓളമ്മ പറഞ്ഞു ഞാനും വരുന്നു. ഒരാൾ പറഞ്ഞു പിന്നെ എന്തിനാ പോകുന്നു. നിങ്ങളെ ഒഴിവാക്കിയിട്ട് പോകാനാണ് നമ്മൾ സമാധാനത്തിന് 2 ദിവസം നിങ്ങളും കൂടെ വരുന്നുണ്ട്. പിന്നെ സന്ദേശ സിനിമ പോലെ അച്ചപ്പനും ഇളയച്ചനും കൊടയും പടിയെല്ലാം അപ്പം മിഥുനം. അപ്പം നമ്മൾ ഇത് ഇങ്ങനെയാണ്. ഈ ഏകത എന്ന് പറയുന്ന സാധനത്തിൽ ഇത് ഗണ, കൂട്ടം. നമ്മളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ നോക്കണേ. ഗണ, കൂട്ടം. തെറ്റാൻ സാധ്യതയുള്ള ഒറ്റ ജീവിയേ ഉള്ളൂ. ആരാ? മനുഷ്യൻ. കൂട്ടം തെറ്റുന്ന ഒറ്റ ജീവിയേ ഉള്ളൂ മനുഷ്യൻ. ബാക്കിയെല്ലാം കൂട്ടത്തോടെ പോവാ. ആന മുതൽ മത്സ്യം മുതൽ ഉറുമ്പ് മുതൽ. നോക്കണം, അഴീക്കോട് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കൊടുത്തന്നെ, പാരൻസും കുട്ടികളും അല്ലേ, ഈ ഉറുമ്പ് വരിവരിയായി പോകുന്ന നോക്കണം. ഗണ, എന്തൊരു കൂട്ട. പിറ്റേന്നുണ്ട് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് ചിരിക്കും. ഞാൻ ചെന്ന മോനെ അച്ഛൻ കാണിച്ചു തന്നു ഉറുമ്പ് പോകുന്നത്. കാണിച്ചു തന്നിട്ടോ ചവിട്ടി വരച്ചിട്ടു. പിന്നെ ഇയാൾ എന്ത് സന്ദേശമാണ് കൊടുത്തിനെ കുട്ടിക്ക്? ഞാനിത് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് കൂട്ടത്തോടെ. കൂട്ടം വിടൂല, ഒറ്റപ്പെടുത്തും നിന്നെ. ഇങ്ങനെയല്ലേ നമ്മൾ പറയുള്ളൂ, നിന്നെ ഒറ്റപ്പെടുത്തി നാട്ടിൽ നിന്ന്, നിന്റെ വീട്ടിൽ നിന്ന്. ഒറ്റപ്പെടൽ വമ്പം ഒരു വിഷമം. ആ ഒറ്റപ്പെടൽ അനുഭവിക്കാതിരിക്കാനാണ് പണ്ടേ ഹൈന്ദവ സമ്പ്രദായത്തിൽ പറഞ്ഞത് ഒരുമിച്ചിരിക്കാൻ. അതിനാ ക്ഷേത്രം, അമ്പലൈന, അൻപലയടിക്കുന്ന സ്ഥലം. കൂടെ വന്ന് ഇരുന്ന് ഒരുമിച്ചിരുന്ന് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് സന്തോഷിച്ച് ഒരുമിച്ച് പിരിഞ്ഞ് പോകുമ്പോൾ സന്തോഷം. ഈ ഏകത മനുഷ്യന് മാത്രമേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ജീവികൾക്ക് അവർക്കുള്ളതാണ് ഉണ്ടാക്കേണ്ടത് മനുഷ്യൻ. അതെന്തുകൊണ്ടാണെന്നറിയാം? കുറ്റല്ല, മനുഷ്യനാണ് ഏറ്റവും ലാസ്റ്റിലത്തെ ജീവിതം. എന്താ കാരണം എന്നറിയോ? ഇങ്ങനെ ഈച്ച ചത്തൊരു പൂച്ചയായി ഇടുന്നു പരിഹസിക്കും നമ്മൾ. പക്ഷേ ഇങ്ങനെ ചെറുത് മച്ച് ലാസ്റ്റിൽ വൃക്ഷങ്ങളെല്ലാം, മരങ്ങൾ. ആ മരങ്ങൾ തലകുത്തിയ മരം ഉണ്ടാവും. അതിൻ്റെ പേരാണ് അരിയാൻ, അശ്വത്ഥം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ. അപ്പോ ഈ മരങ്ങളും ചെടികളും വള്ളികളും ഇങ്ങനെ വളർന്ന് അത് നന്മയുടെ മരമായി മാറി മനുഷ്യനായി മാറുന്നത് ആണ് ജീവിതം. അതുകൊണ്ട് അരയാലിൻ്റെ വേര് താഴോട്ടാണ് അല്ലേ? പിന്നീട് മനുഷ്യൻ പിന്നെ തലകുത്തി നിൽക്കും. ശീർഷാസനം മനുഷ്യന് മാത്രമേ ഉള്ളൂ. ആനൊക്കെ ഉണ്ടാ? ഇല്ല. മനുഷ്യൻ തിരിഞ്ഞു പഠിക്കുന്നത് അതിനാണ്. ഏത്? അരയാല് പോലെ ഇരിക്കാൻ. അതുകൊണ്ട് അശ്വത്ഥത്തെ പറ്റി പ്രാർത്ഥിക്കുന്നത്. അശ്വത്ഥം അരയാലിന് പ്രദക്ഷിണം വെക്കുന്നതിനാ. അപ്പോൾ മനുഷ്യൻ ആയി മാറും. ഏകത. അപ്പോൾ ഒറ്റൊന്ന് ഏകത്വത്തിലേക്ക് പോകും. ഒറ്റപ്പെടുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. ശ്രദ്ധിക്കണം, കുറ്റപ്പെടുത്തരുത്. അതാണ് നമ്മൾ വളരെ 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 സൂക്ഷിക്കേണ്ടത്. ഈ ഓട്ടത്തിനിടയിൽ ശബരിമലക്ക് 41 ആളും ശങ്കർ എന്ന് പറഞ്ഞ തമിഴിനും പോയി. 41 ആളും തിരക്കിനിടയിൽ ശങ്കറിനെ കാണണ്ടേ? 40 ആളുടെ ഇയാൾ കാണുന്നുണ്ട്. ഇയാൾ ഭയങ്കര വളവന. 2 രൂപ കൊടുത്തിട്ട് ഇയാൾ അനൗൺസ് ചെയ്യിച്ചതാ, ശങ്കർ ഇവിടെ ഇങ്ങിരിക്കെ കൊടിമരത്തിൻ്റെ അടുക്ക 40 ആളുണ്ട് കാണാണ്ടായിട്ട്. അവരുടൻ കൊടിമരത്തിൻ്റെ അടുത്ത് വരുന്നു. 40 ആളെയെ കാണാണ്ടായിട്ടല്ല ശങ്കറിനെ കാണാണ്ടായിട്ടില്ല. നമ്മളെ കാണാണ്ടാകുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ സമ്മതിക്കണം. നമ്മളെ കാണാണ്ടായി പോറും. നമ്മളിതിൻ്റെ കൂടെ കൂടണം.
എങ്ങനെയാണ് നിർത്താൻ പോകുന്നതെന്നറിയോ? സമയമായി. കാരണം നന്ന വൈകിക്കൂടാ. 8:45 അല്ലേ? നിർത്താം. പോയില്ല. നിങ്ങൾക്ക് പറയുന്നത് തന്നെ എൻ്റെ ഒച്ചയും പോയി. എനിക്ക് സന്തോഷമുണ്ട്. എന്താണെന്നറിയാം, കുറച്ചുകൂടി പറയാമെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ ഇതാ സത്യമായിട്ട്. എന്താ ഇപ്പം ഇയാൾ നിർത്താത്ത? എന്തെന്ന് ഇങ്ങനെയെല്ലാം കേൾക്കാമല്ലോ. വടകര ചോറോട് പോയിട്ട് കൊയിലാണ്ടി പറഞ്ഞ് രാമസീതാസങ്കല്പം പറഞ്ഞ് 9:30 പോയി. 9:30 അതിൻ്റെ പ്രസിഡന്റ് എനിക്കൊരു കുറിപ്പ് തന്നു. ജനങ്ങനെ ഇരിക്കുക, രാമനെ കണ്ടതുപോലെ ഇരിക്കപ്പോൾ പെട്ടെന്ന് കുറിപ്പ് തന്ന പാട് ഞാൻ നിർത്തി. അപ്പൊ ഈ കൊയിലാണ്ടി ഭാഷ അറിയാലോ, വന്നിക്കി പോയിക്കി തിന്ന് കിക്കി ചേർക്കും. അപ്പൊ ഞാൻ ഇത് ചേർത്തപ്പോ മുമ്പെന്ന് ഒരാൾ ചോദിച്ചു, എന്തായിക്ക്? ഞാൻ ഇതിനകത്ത് എഴുതിയത് നിന്റെ സമയം അടുത്തേക്കുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോയതല്ലേ, എനിക്ക് ആരുമില്ല. അപ്പൊ ഞാനാകെ പോയി. അവര് പറഞ്ഞു, സാർ ഇവിടെ ഇങ്ങനെയാ പറയാം. മനസ്സിലായി? ഭാഷകൾ പലതാണ്, വേഷങ്ങൾ പലതാണ്, ഭക്ഷണം പലതാണ്, പക്ഷെ നാം ഒന്നാണ്. അതുകൊണ്ടാ മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാരും പട്ടിണിയായിട്ടല്ല, മെലിഞ്ഞിട്ടല്ല, ഒന്നുപോലെ ഒന്നാണ് നാം. അങ്ങനെയൊന്നുമില്ല. പണ്ഡിതനെന്നില്ല, പാമരനെന്നില്ല, കുചേലനെന്നില്ല, കുബേരനെന്നില്ല. ആലോചിച്ച് നോക്കി, ഒന്നാണ്. ഈ ഒന്ന് തോന്നലാ ഏകത. ആ ഏകത തോന്നും എനിക്ക് നിങ്ങളോട് നമസ്കാരം. സുഖല്ലേ? അതെ. ആ ഏകത തോന്നില്ലെങ്കിൽ ഒരു നമസ്കാരമില്ല, എഴുന്നേലെങ്കിലും വരുന്നു. മനസ്സിലായോ? സുഖാണോ? സുഖമായ ഞങ്ങൾക്ക് എന്താ വേണ്ട? ചോദിച്ചതേ. ഒരു അമ്പലത്തിൽ നിന്ന് ഒരു അംബ്രാസൻ കണ്ടു. ഒരാൾ തീർത്ഥം മണിച്ച് കുടിക്കുമ്പോൾ ഇന്നലെ കണ്ടിട്ടില്ലല്ലോ. ഇയാളൊന്ന് മിഞ്ഞാന്ന് കണ്ടില്ല നിങ്ങൾ, ഇന്നലെ കണ്ടിട്ടില്ല. ഇത് രാവിലെ തന്നെ ചൊറിയാൻ പറ്റും. അപ്പം അംബ്രാസൻ എന്നെ നോക്കി, ഞാൻ പുറത്തേക്ക് നോക്കി. വെറുതെ ചൊർക്ക്. അയാൾ ചോദിച്ചത് ഒരു ലോകിയാണ്. അതായ എക്സിക്യൂട്ടീവ് ഓഫീസർ പോയിട്ട് പറഞ്ഞു എല്ലാവരോടും നല്ലോണം പെരുമാറണം. ഇയാൾ ചോർക്കുന്നു. ആളെ നോക്കി പെരുമാറണം എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനി ഏട് ചെയ്ത് നിർത്തുന്നു നോക്കിയേ. മരങ്ങളിൽ വ്യത്യസ്തമായ മരങ്ങളുണ്ട്, വള്ളികളിൽ വ്യത്യസ്തങ്ങളായ വള്ളികളുണ്ട്, ചെറിയ ചെടികളുണ്ട്. ഇതിങ്ങനെ ചെറുത് വളർന്ന് വള്ളിയായി, വള്ളി പിന്നെ മരമായി, മരത്തിൽ അത് ജാതിയായി. ജാതി ഒന്നേ ഉള്ളൂ. ജാതിക്ക് നിങ്ങൾക്ക് ഒരു മുറിക്കലോ തരിക്കലോ പറ്റൂല. ജാതി ഒരു മരേ ഉള്ളൂ. പ്ലാവിനെ 10 ഉണ്ടാക്കാം, മാവിനെ 10 ഉണ്ടാക്കാം. കുറ്റ്യാട്ടൂർ മാവ് ഒന്ന്, പനങ്ങാട്ട് മാവ് ഒന്ന്. പക്ഷെ ജാതി ഒന്നേ ഉള്ളൂ. ആലോചിക്കണം. ഞാൻ ഇത് തന്നെ ആലോചിക്കണം. ഇതെന്താ ഇങ്ങനെ ജാതി ഒന്നേ ഉള്ളൂ? എല്ലാം പറയില്ലേ? നിങ്ങൾക്ക് മാവിന് എത്ര മാവ് ഉണ്ടാക്കാം? കുറ്റ്യാട്ടൂർ മാങ്ങ ഒന്ന്, പ്ലാവ് ഒന്ന്, അരയാല്, കുള്ളൻ അരയാല്, നമ്മളെ പോലത്തെ കുള്ളൻ അരയാല് വേറെ, ബെൽറ്റ് വേറെ. മരങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാക്കാം. ഇപ്പൊ പുതിയ പദ്ധതി തൃശ്ശൂർ ഇവർ പരിശോധിച്ചപ്പോൾ ജാതി എന്ന് മാത്രം കിട്ടുന്നില്ല. ഇരുൾ എത്ര വേണം വ്യത്യസ്തത? കറുപ്പുണ്ട്, വെളുപ്പുണ്ട്, ഇനി സ്പ്രേ അടിച്ചിട്ടുള്ള വേറിട്ട്. മലേഷ്യൻ ഉരിപ്പ്, അക്ഷരം മാറിപ്പോല്ല, ഇരുപ്പ്. അപ്പൊ ഇത് ഈ സാധനം നമുക്ക് വ്യത്യസ്ത എല്ലാം നോയിക്കോ. ഒന്ന് പറ്റൂല, ഒന്ന് പറ്റൂല. ഏത് മരം? ജാതി. അതുകൊണ്ടല്ലേ ജാതി ഉണ്ട്. നമുക്ക് ജാതി ഇല്ല എന്ന് വെച്ച കാര്യം, ജാതിയിലുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണേ, ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പാരസ്പര്യ സഹകരണമാണ്, ഏകത. എങ്ങനെയാ മനസ്സിലാവുക? കൊട്ടിയൂർ പോകണം. കൊട്ടിയൂർ പോയാൽ ആദിവാസി വന്ന് ആദ്യം പെർമിഷൻ കൊടുത്ത് കൂവേലയിൽ പോയി തന്ത്രി ജലമെടുത്ത് കൊണ്ടുവന്ന്, പിന്നെ അങ്ങോട്ടായി പാണനും പറയനും മരാരും വിറക് പൊട്ടിക്കുന്നവരും വാദ്യക്കാരും എല്ലാം കൂടം കെട്ടുന്നവരും ചെയ്യുന്നവരും എല്ലാം അങ്ങനെ വരും. അവസാനം നോക്കുമ്പോഴേക്ക് ഉത്സവമായി. ഇളനീര് കൊണ്ടുവരാൻ, നെയ്യ് കൊണ്ടുവരാൻ എല്ലാ ജാതിയിലും പെട്ടവർ ഒരുമിച്ച് ആടെ നിൽക്കുന്നു. കലംവരവ് മറ്റൊന്ന്.
അവസാനത്തെ കാഴ്ച നിങ്ങൾ നോക്കണം. അവസാനത്തെ ഒരു കാഴ്ചയുണ്ട്. അവസാനത്തെ കാഴ്ച എല്ലാം കഴിഞ്ഞ് പിഴുതെറിഞ്ഞ് അർദ്ധരാത്രിയിലെല്ലാം കഴിഞ്ഞ് എച്ചിലാക്കുക എന്നിട്ട് ചടങ്ങുണ്ട്. അതെന്നാ ചടങ്ങ്? എല്ലാവരും പിന്മാറും. അപ്പോഴേക്ക് ആദിവാസി അങ്ങനെ വരും. അപ്പം ഈ തറയമ്മൽ ഭക്ഷണം വെച്ചിട്ടുണ്ടാവും ഇലയിൽ. അതെല്ലാം വാരി തിന്ന് തുപ്പി നാശകോശാക്കി. കാരണം ഇതിൻ്റെ മേലെ മുഴുവൻ വൃത്തികേടാക്കി അതിൻ്റെ ഉള്ളിൽ ശുദ്ധമായി നിൽക്കുന്നതിനെ വൃത്തികേടാക്കിയിട്ട് പോകും. അതൊരു ചടങ്ങാണ്, ലോകത്തിൽ കാണാത്ത ചടങ്ങ്. ആടെ പിന്നെ ഒന്നും എടുക്കൂല എന്നർത്ഥം. ആടെ ഒന്നും എടുക്കൂല, മനസ്സിലായില്ലേ? അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതല്ലേ വീടെല്ലാം വെക്കുമ്പോൾ കൂക്കിരിനെ വെക്കുന്നില്ലേ? അതെന്തിനാ? അയിമലാവും ശ്രദ്ധ അല്ലേ? ഇപ്പം അത് വെക്കല്ലേ. തളിപ്പറമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വീടെടുക്കുന്നുണ്ട്. എന്താ കരിങ്കണ്ണാ നോക്കുന്നത്? പോന്നാൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാനും നോക്കിയില്ല. ഞാൻ ഒരാൾ ചാർന്നാടി ചെയ്തില്ല. ഞാൻ പറഞ്ഞാൽ കണ്ടിക്കാം. നല്ല എളുപ്പപ്പണിയല്ലേ ഇത് ഉണ്ടാക്കാൻ. ഒരുപാട് പുല്ലും ഇതെല്ലാം വേണ്ടേ? ഇന്നൊരു ആവശ്യമില്ല, ഒരു ബോർഡേ വേണ്ടു. എന്തൊരു ബുദ്ധിയാ! ഈ ബുദ്ധിയൊക്കെയാണ് നമുക്ക് ഏകതയിലേക്ക് ഉപയോഗിക്കേണ്ടത്. ആ ഏകതയാണ് നമുക്ക് ആവശ്യം. ഇത് എവിടെയാണ് ഞാൻ സമാപിപ്പിക്കുന്നത് നോക്കാം. ഡിഫറൻ്റ് ആയിട്ട് അതാണ് പറയിപ്പറ്റു പന്തിരൂലം. എന്താ മേളത്തൂര് അങ്ങനെ 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 ഓരോന്ന് വരുന്നു. വായില്ലാ കുന്നിലപ്പനുണ്ട് അതിൽ. പോയിക്കോണ്ട് നിൽക്കുമ്പോൾ ഒരു കുട്ടീനെ പ്രസവിച്ചു. വായുണ്ടോ നോക്കുന്നെന്നാ പറഞ്ഞു. വായുണ്ട്, അവിടെ വിട്ടേ, ജീവിച്ചോളും എന്ന് പറഞ്ഞു. വയ്യ ലാസ്റ്റിൽ നോക്കുമ്പോൾ ഒന്ന് ഇതിന് വായില്ല, എന്നാ ഇനി നിർത്തോ. വായില്ലേ പിന്നെ അതിനെ നമ്മൾ നോക്കണം. വായില്ല കുന്നിലപ്പൻ. നാറാണത്തെ ഭ്രാന്തൻ. ഭ്രാന്തനല്ല, നമ്മൾ പഠിച്ചില്ലല്ലോ ഇത്. നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്നത് രൈരനെല്ലൂർ മലയിലേക്ക് വലിയ കല്ല് രാവിലെ മുതൽ ഉരുട്ടി അതിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് അങ്ങ് വിടും. അതിങ്ങനെ താഴേക്ക് വന്ന് നോക്കിയിട്ട് ഇദ്ദേഹം ചെയ്യിക്കും. ഭൂഗുരുത്വ ആകർഷണത്വം, ആകർഷണം ആദ്യമായി ലോകത്തെ പഠിപ്പിച്ചത് നാരായണത്ത് ഭ്രാന്തനാണ്. നമ്മൾ പഠിക്കൂല. നമ്മൾ ന്യൂട്ടൻ്റെ തലക്ക് ആപ്പിൾ വീണിട്ട് അപ്പോൾ ഒരു ചക്കൻ പറഞ്ഞു ചക്കയായിട്ട് വീണ് പോയാൽ മതിയായിരുന്നു അതിൻ്റെ തലക്ക്. എന്തൊരു ഉപദ്രവമാണ്. പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നാരായണത്ത് ഭ്രാന്തൻ നമ്മൾ പഠിക്കും. ഭ്രാന്താണ്, ഭ്രാന്തല്ല. എന്താ ഭ്രാന്ത്? അതാണ് ഏകത. ശ്രദ്ധിക്കണേ, ഈ ഏകത കിട്ടുമ്പോൾ ഒരു ഭ്രാന്ത് വരാനുണ്ട്. അതിൽ പെട്ടുപോയാൽ നല്ലതാണ്. ഫുട്ബോൾ ഭ്രാന്ത്, ഫുട്ബോൾ ഭ്രാന്ത്, ക്രിക്കറ്റ് ഭ്രാന്ത്, സിനിമ ഭ്രാന്തായി പോലെ. സിനിമ ചൊറ കഴിയില്ല, അപ്പൊ ഫുൾ ഭ്രാന്താണ്. അതുപോട്ടെ ഭ്രാന്ത്. അവിടെയാണ് ഈ ഭ്രാന്ത് എന്ന് പറയുന്നത്. ഏകതയിലേക്കുള്ളൊരു പടിയാണ് ഈ ഭ്രാന്ത്. ഭ്രാന്ത് വന്നു പോയാൽ, ഭ്രാന്തല്ലേ, ഭ്രാന്ത് വന്നു പോയാൽ ഏകതയിലേക്കുള്ള പിടുത്തം. പിന്നെ ഈ അമ്മയെ കാണാതിരിക്കാൻ കഴിയില്ല. രാവിലെ ഞാൻ വീണീട്ട് തുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ച് പായും പാടക്കാണ്. മനസ്സിലായ? ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. എന്തൊരത്ഭുത! ഒരു നേരം കണ്ടിട്ടില്ലെങ്കിൽ അയ്യോ എന്ന് തോന്നുന്നതാണ് ഏകത. മനസ്സിലാവുന്നുണ്ടോ? ആ ഏകതയാണ് പ്രധാനം. ഒറ്റൊന്ന് പിടിച്ചെടുത്തിട്ട് നമുക്കങ്ങ് നിർത്തിക്കളയാം. ഈ ഏകത എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിപ്പോയ കുചേലനുണ്ട്. കുചേലന്റെ ചോർന്നൊലിക്കുന്ന പൊരയും കാര്യവും ഒരു ബടായിക്കൊരു കുറവില്ല. ഇയാൾ ഓളോട് പറയും ഞാനിതൊന്നും വേണ്ടെന്ന് വെച്ചു. എൻ്റെ ക്ലാസ്മേറ്റാ രാജാവ് കൃഷ്ണൻ. ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 5 നില വീടെടുത്ത്. ഒരു ദിവസം ഈ പെണ്ണുങ്ങൾ നിങ്ങൾ കുറേ ആയില്ല ഇത് പറയും. നിങ്ങളൊക്കെ പാടി അറിയാം അയാൾ. നിങ്ങൾക്കൊന്ന് പോയിട്ട് ചോദിച്ചുകൂടെ? ഒരു പ്രധാനമന്ത്രി ആവാസ യോജന പദ്ധതിയോ എന്തെങ്കിലും ഒരു വീട് കിട്ടൂല, നിങ്ങൾക്ക് പേര് മാറ്റിയിട്ട് ലൈഫ് മിഷൻ എന്തെങ്കിലും ആക്കുക. നിങ്ങൾ ഒന്ന് പോയി ചോദിക്കുകയെന്ന് വെച്ചാൽ ഇയാൾ പെട്ടെന്ന് ഏകത. യാത്ര എന്ന് പറയാൻ കാരണം രാവിലെ മുതലേ തുടങ്ങി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ രാത്രി ഇയാൾ പറഞ്ഞു പോവാൻ, നാളെ രാവിലെ പോകാം. രാവിലെ പോകുന്നു. അപ്പോൾ ഇയാൾ കിടന്നതാണ്. ഈ കിടന്ന് രാത്രി 2 മണിയാകുമ്പം അങ്ങനെ ഒരു ഗുണമുണ്ട് ഭാര്യമാർക്ക്. ഹലോ
ഉറങ്ങിയ എന്തിനാ? കറണ്ടിൻ്റെ ബില്ല് വന്നിട്ടുണ്ട്. പിന്നെ അയാൾ ഇന്നും എണീറ്റില്ല, സ്ട്രോക്കായിട്ട്. അപ്പം ഇപ്പം പറയാൻ കേട്ടിട്ട് പിന്നെ എപ്പം പറയേണ്ടതൊക്കെ കണ്ട്. അപ്പം രാത്രി ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഈ പെണ്ണുങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ പോവോ നാളെ? നിങ്ങൾ അല്ല വെറും പറച്ചലേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഏകദേശം തോന്നുന്നു ഏകതയിലേക്കാണ്. ദാരിദ്ര്യം മാറണേ, ഇയാൾ പോകാൻ തീരുമാനിച്ചു. എന്നാലും ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ രാത്രി 2 മണിയായപ്പോഴാണ് ഭാര്യയോട് കുചേലൻ പറയുന്നത്, പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിലെഴും നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ, പുലർകാലെ പൂറപ്പെടാം അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. ലാസ്റ്റിലേതൊരു ഭാര്യയാണ്. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ രാത്രി ചേടും പറഞ്ഞ അങ്ങനെയാടോ പോകാതിനോട് പറഞ്ഞില്ലേ കുറച്ചുറങ്ങാൻ വിടും, നീ എന്തെന്നൊരു മാറ്റി രാവിലെ സ്വബൈക്ക് പോയിക്കോളാ നീ. എന്തൊരു കഷ്ടം. എന്തെങ്കിലും ചോദിച്ചു പോവോ? ആ പോവാ, പക്ഷെ ഒരു കാര്യമുണ്ടേ, കൃഷ്ണന് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുകൊടുക്കണം. ഇയാൾ കുറപ്പുണ്ടാടിയൊന്നുമില്ല, എന്നാൽ പോണ്ടെന്ന് പറയല്ലോ എന്ന് വിചാരിച്ചു. പെണ്ണുങ്ങൾ അതിലും വലിയ വിദഗ്ധയാണ്. പെണ്ണുങ്ങൾ കുറച്ച് പോയിട്ട് അവലെല്ലാം കൂടി ഒരു തുണി കെട്ടിയിട്ട് പറഞ്ഞു, ഇത് കൊടുക്കുക, ക്ലാസ്മേറ്റ് അല്ലേ, എല്ലാം മതി. പണ്ട് ഇതൊന്നുമില്ലല്ലോ, എല്ലാം തംസപ്പും ലേസൊന്നും ഇല്ലല്ലോ, വണ്ടി അവൽ തന്നെയല്ലേ, അത് നിങ്ങൾ ആയി കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഏകത യാത്രയിലായത്. രാത്രിയത്തെ ഉറക്കവും പറച്ചിലുള്ള ഒരു യാത്രയായിരുന്നില്ലേ, രാവിലെ പുറപ്പെടുന്നതാണ്. മനസ്സിലായ? അത് ശ്രദ്ധിക്കണേ. ആ ഏകതയിലേക്കാ പോന്നേ. യാത്ര അവസാനിപ്പിച്ചു. ഭാര്യ പറഞ്ഞു കുത്തി ഇളക്കി വിട്ട് രാവിലെ പോകുന്നതാണ്. മനസ്സിലായ? ജീർണ വസ്ത്രം മുണ്ട് വേറെ എടുക്കാനില്ല. പക്ഷെ വേറെ ഒന്നുണ്ട്, മുഖ്യമായ പുസ്തകം. രണ്ടും കക്ഷത്തിങ്ങൾ ഇറക്കിയിട്ട് പോവാ. പുസ്തകം കക്ഷത്തിലുണ്ട്, ആ പുസ്തകം വിട്ടില്ല. അറിവിൽ നിന്നാണ് ഏകത കിട്ടുക. വായിച്ചുകൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം, അപ്പോഴാ ഏകത കിട്ടുക. ആ ഏകതയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. ശ്രദ്ധിക്കണേ, ഏകത പൂർത്തിയായി കൂടെ ഭ്രാന്ത് പൂർത്തിയായ പോയി. എന്താ കാരണം? അത് പറഞ്ഞത് നിർത്താം. ആടെ എത്തുമ്പോഴേക്ക് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് രാജാവ് പറയും, സുധാമാവേ എന്താ സംഭവം, ഇങ്ങോട്ട് വന്നില്ലേ? കൂട്ടിക്കൊണ്ടുവന്ന് കാലുകന്ന് സിംഹാസനത്തിലിരുത്തുന്നു. ഇയാൾക്കൊന്നും തിരിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇയാൾക്കാ നിങ്ങൾക്ക് ഓലക്കൊടിയാത് മുറിഞ്ഞ വസ്ത്രം, ഈ നല്ല സ്വർണത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഇരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഇയാൾ ഇരുന്നിട്ട് നമ്മളിലിരുന്ന പോലെ ഇരുന്ന്. അതല്ലേ എയർ ഇന്ത്യൻ്റെ പുതിയ വിമാനത്തിൽ കമ്പന്ന് പോയവനല്ല കാലും മുക്കാലെടുത്ത് വെച്ചിട്ടിരുന്നു. എയർ ഹോസ്റ്റസ് വെച്ച് നീ അല്ലേ എവിടുന്നാട് വരുന്നത്? പൈസയുണ്ട് എനിക്ക്, പക്ഷെ എനിക്ക് ഇരിക്കാനൊന്നും പൈസയുണ്ട്. ഈ സാധനം ഉപയോഗിക്കാൻ അറിയണ്ടെങ്കിൽ അതൊരു പ്രത്യേക ക്വാളിറ്റിയാണ്. അത് എളുപ്പമല്ല. അന്നിങ്ങനെ സംശയിക്കുമല്ലോ എവിടെയെങ്കിലും പോയിട്ട്. അതാണ് കുചേലിന് പറ്റി. പക്ഷെ കുചേലിനെ പിടിച്ചാടി ഇരുത്തിയപ്പോൾ ചോദിച്ചു എന്താ കൊണ്ടതിന്? ഏകത. അതിലെടുത്ത് വാരിത്തുന്നു. കൃഷ്ണൻ വാരിത്തുന്നു. രണ്ടാമത് എടുത്തു. ഒന്നാമത്തെ തിന്നലിന് തന്നെ ആടെ വീട് വലുതായി. രണ്ടാമത്തെ തിന്നലിന് മുഴുവൻ ആളും പരിചാരങ്ങളും പൈസയും നിറഞ്ഞു. മൂന്നാമതും വാരുമ്പോൾ കൃഷ്ണന്റെ ഭാര്യ ഒറ്റപ്പെടുത്തു. കൊരിപ്പുകാല പിടിച്ചിട്ടു. കൃഷ്ണന് മനസ്സിലായില്ല എന്തിനാണ് പിടിച്ച് നിർത്തി. കൃഷ്ണൻ ചോദിച്ചു, നീ എന്താ പഠിച്ചത്? ഒന്നില് ഭാര്യയോ മൊത്തം ഭാര്യ, രണ്ടിൽ മൊത്തം 3 ഭാര്യമ്പോൾ നമ്മള് കുചേലനും ഓൻ കൃഷ്ണനും സൂക്ഷിക്കണ്ടേ. ഏകത നല്ലതാ, അതിൻ്റെ ഉള്ളിലായി പോകണം. ഏകത നല്ലതാണ്, അതിൻ്റെ ഉള്ളിലായി പോകണം. വളരെ ശ്രദ്ധിച്ച. കഴിഞ്ഞ ദിവസം വീട്ടിൽ ലോൺ എടുത്ത് പഠിപ്പിച്ച 19 വയസ്സുകാർ അവരൊരാൺ സുഹൃത്തുമായി പരിചയപ്പെടുത്തുന്നു. നല്ലത് തന്നെ, തെറ്റൊന്നുമില്ല. വീട്ടിൽ നിന്ന് 12 മണിക്ക് പോന്നു. അമ്മയോട് പറഞ്ഞു കമ്പൈൻ സ്റ്റഡിക്കാന്ന്.
അമ്മ പറഞ്ഞു നന്നായി റാങ്ക് കിട്ടുമല്ലോ. പോന്നു, തലക്ക് കല്ലെടുത്തിടുന്ന് മരിക്കുന്നു. പോലീസ് എത്തി ചെക്ക് ചെയ്യുമ്പോൾ കുട്ടി മദ്യപിച്ചിട്ടുണ്ട്. അവനോ വയസ്സ് 19. ഒന്നും പറയാനില്ല. ഏകത. പക്ഷെ രണ്ടാക്കും കിട്ടിയിട്ടില്ല, അതിന് മാത്രമേ ഏകത കിട്ടിയില്ല. മറ്റും പോലീസിൻ്റെ ഏകതയിൽ പെട്ടു. ഹൂ ഈസ് റെസ്പോൺസിബിൾ? കാരണം ഗുണപാഠങ്ങൾ ക്ലാസ്സിൽ നിന്ന് കൊടുക്കാത്തതുകൊണ്ടാണ്, വീട്ടിൽ നിന്ന് കൊടുക്കാത്തതുകൊണ്ട്. ക്ഷേത്രങ്ങളിൽ പോയിട്ടേ ഇല്ല കുട്ടി, ഒന്നറിയില്ല. അങ്ങനെ വരുമ്പം ഭയ, ഭക്തി, ബഹുമാനം. പേടിയല്ല, ഭയം, അയ്യോ. ഭക്തി, ശ്രദ്ധ, ബഹുമാനം, അയ്യോ ഇതിങ്ങനെ ശരിയല്ലല്ലോ. മനസ്സിലായോ? ശ്രദ്ധിക്കണം. ഇതും ഈ നാട്ടിലുണ്ടായിരുന്നല്ലോ. രമണൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മനസ്സിലായത്? അപ്പോൾ രമണനിലും പറയുന്നു, കുട്ടി അങ്ങോട്ടാ ചോദിക്കുന്നു, കാനനച്ചാലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ, അങ്ങോട്ടായിരിക്കും. അപ്പോൾ അവൻ പറഞ്ഞെന്താ, ബൈക്കിടെ റെഡി ആയിട്ടുണ്ട്, നീ ഓടിക്കോ, ഞാനിവിടെ ഇതല്ല പറഞ്ഞു. ഇന്നു വേണ്ടോ മലയാളി, പക്ഷെ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും. മതി, റിംഗ് എക്സ്ചേഞ്ചെല്ലാം കഴിഞ്ഞിട്ട് പോയി. ഇന്ന് തുള്ളല്ല. ഇന്നിപ്പോൾ ഡാഡി മമ്മി വീട്ടിലില്ല, നീ ഇങ്ങോട്ട് വാ, നമുക്ക് എന്ന് വെച്ചാൽ കൊന്നിട്ടോ കൊല വിളിച്ചു. ഈ ഏകത മനസ്സിലായ? ഈ ഏകത അരുതെന്ന് സമൂഹത്തിന് ഓർമ്മിപ്പിക്കാനാണ് ഇതേപോലുള്ള സത്സംഗ്. തെറ്റുണ്ടാവും. എറർ ഈസ് ഹ്യൂമൻ. മനുഷ്യ സഹജ തെറ്റ്. ഫർഗിവ് ഈസ് ഡിവൈൻ. അത് ക്ഷമിക്കലും തിരുത്തലും മറികടക്കലുമാണ് വിജയം. ഇതാണ് ഏകത. ഇനി എന്തിനാ ഏകത പറയുന്നതെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞെടുത്ത് നിർത്തിക്കേ. ചെറിയ വിത്ത്, അത് വള്ളി, അത് മരം, പിന്നെ അരയാൽ അശുദ്ധം, മനുഷ്യൻ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മനുഷ്യന് 3 തരം മനുഷ്യനാണ് ഉണ്ടാവുക എന്ന് ഈ വള്ളികൾ, മരങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു. അതാണ് ഏകത. ആ ഏകത ശ്രദ്ധിക്കണം. ഇതിൽ ഏത് ഏകത വേണമെന്ന് ആലോചിക്കാം. 3 തരം ചെടികളുടെ സ്വഭാവം മനുഷ്യനിലുണ്ടാവും. ഒന്ന് തൊട്ടാവാടി, ടച്ച് മീ നോട്ട് എന്നതിന് പറയും. ടച്ച് മീ നോട്ട്. നമ്മൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ വളഞ്ഞങ്കാലം കൊടിയെടുത്ത് പോകുമ്പോൾ വേണ്ടാത്ത പണിക്കാം ഒന്നിങ്ങനെ കുത്തും. എന്തിനാ തൊട്ടാവാടി? എന്തിനാ? ചുരുങ്ങുന്ന കാണാമല്ലോ, അതൊരു സന്തോഷമാണ്. ഒന്നും ചെയ്തിട്ടില്ല അത്, അപ്പം അത് ചുരുങ്ങും. പക്ഷെ നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ അത് പഴയ പോലെയാവും. എന്നിട്ട് അത് പറയും, നീ എന്നെ തൊട്ടു, ഞാനൊന്ന് ഉൾവലിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളൊരു വിഷയം കാണുമ്പോൾ ഉൾവലിയാം. ശ്രദ്ധിക്കണം, ഉൾവലിയാം. ഉൾവലിയുന്നൊരു ജീവിയാണ് ആമ. അതിന് ടെൻഷൻ വരുമ്പോൾ ഉള്ളിലേക്ക്. അതിൻ്റെ ആയുസോ 450 കൊല്ലം അതിൻ്റെ ആയുസ്. ആമേൻ്റെ എന്നാൽ തുള്ളിക്കൊണ്ടിരിക്കും മുയൽ, ഒരു കാര്യം ഉണ്ടാവില്ല. നല്ല എക്സസൈസാണ്, ജോഗിങ്ങോട് ആണ്. 4 കൊല്ലേക്കൂ. എക്സസൈസ് മാത്രമാണോ ജീവിതത്തിൽ ആരോഗ്യം? അല്ലല്ല. എന്നാൽ മുയൽ 300 കൊല്ലം നിൽക്കണ്ടേ? മുയലിൻ്റെ അഞ്ചാതി തുള്ളല. ആമയോ ഒരു എക്സസൈസും ഇല്ല, ബെല്ലിന് തിന്ന് ബെല്ലിന് 450 കൊല്ലം. അതുകൊണ്ട് അതുപോലെ ആക്കിയേക്കല്ല, ഞാൻ പറഞ്ഞു. ഉൾവലിയുന്നത് ടെൻഷൻ ഫ്രീ ആവും. തൊട്ടാവാടി പോലെ ഉണ്ടാവും മനുഷ്യൻ. ചിലർ അതിൽ പ്രൊമോഷൻ ഉണ്ടാവും. അടുത്തത് ഏതാ? ഫർഗെറ്റ് മീ നോട്ട്, കൊടുത്ത. തൊട്ടാടിവാലി പോലെ ആവണ്ട, കൊടുത്ത പോലെ ആവാം. ഒന്നും ആരും ചെയ്യില്ല. തൊട്ടോന് ചൊറിയും. ഇത്ര പേരെ ജീവിക്കാം, നല്ലതാണ്. തൊട്ടാ ചൊറിയണം. അടുത്തതാവാൻ നോക്കണ്ട. നായ്ക്കൊറയുണ്ട്, പൊട്ടിപ്പാറി 4 തേച്ചും ചോദിച്ചുണ്ടാക്കി. മനുഷ്യൻ്റെ ഏകത നടുവിലേ നിർത്താം. 1 നിന്ന് 2 പോവാം. 3 പോകുമ്പോഴാണ് സമൂഹത്തിൻ്റെ ഏകത നഷ്ടപ്പെടുക. 3 പോകുമ്പോഴാണ് സമൂഹത്തിൻ്റെ ക്ഷമ നഷ്ടപ്പെടുക, സമൂഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുക. അതില്ലാതിരിക്കാൻ വൈവിധ്യങ്ങളിൽ നിന്ന്, യാത്രയിൽ നിന്ന് ഏകതയിലേക്ക് പോകാൻ സാധിക്കും. വെള്ളം പല കിണറിന്ന് മഴ പെയ്ത് ആവിയായി തിരിച്ചു വന്ന് പെയ്ത് ഒഴിയുന്ന മഴ, കിണറിൽ നിന്ന്
കയറിട്ടെടുത്ത് നമ്മൾ കുടിക്കുമ്പോൾ പല യാത്രയിലൂടെ വന്ന വെള്ളം ഒരു ശരീരത്തിലേക്ക് കയറുമ്പോൾ ക്ഷീണം കുറയുന്നുവെങ്കിൽ അതേ കഥ. അതുകൊണ്ട് പറഞ്ഞിട്ട് തന്നെ ഇപ്പം 10 മിനിറ്റ് ഇപ്പം നിർത്തുന്നു. ഇനി പോണ്ട, സ്ഥിരം പരിപാടിയാണല്ലേ. അപ്പോൾ കാരണം എന്താണെന്നറിയോ, ഇത് പറയാതെ വയ്യ എന്ന് പറയുന്നത് നിങ്ങൾ ഈ സഭ കണ്ടതുകൊണ്ട്. ഇങ്ങനെയൊക്കെ വളരെ അടുത്ത ഇപ്പിട്ടി അങ്ങനെ ഒരു സഭ കാണൂല. നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾ ഇരിക്കുന്നു, ഇത്രയും സമയം ഇങ്ങനെ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നതാണ് മഹാത്ഭുതമായിട്ട് തോന്നും. അത് ഒരു തനിമയോടെ ഈ അമ്മയുടെ സഹായത്തിൽ ഇങ്ങനൊരു കേന്ദ്രത്തിൽ ഉണ്ടാവുമ്പോൾ ഇത് പറഞ്ഞു തീർക്കാനുള്ളൊരു ആഗ്രഹം കൂടിയാണിത്. ഇതൊന്നും ഇതംന മമ, ഇതൊന്നും എൻ്റെ അല്ല. ഇതെങ്ങു നിന്നോ ഒഴുകി വാൽമീകി, കശ്യപൻ, പരാശരൻ, ഗൗതമൻ, അത്രി തുടങ്ങിയ മാമുനിമാരൊക്കെ കുറിച്ചിട്ടെടുത്ത് വ്യാസഭഗവാൻ, വാൽമീകി ഒക്കെ എഴുതി ഫലിപ്പിച്ച ആദിശങ്കരാചാര്യരിലൂടെ ഒഴുകി വന്ന് വിവേകാനന്ദ സ്വാമികളുടെ, ചിന്മയാനന്ദ സ്വാമികളുടെ, ഡോക്ടർ ജിയിലൂടെ, ഗുരുജിയിലൂടെ ഒഴുകി ഇങ്ങനെ വരുന്ന ഒരു പുഴയില്ലേ, ആ പുഴയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ തമ്പുരാൻ്റെ മണ്ണിൽ, രാജഭരണത്തിൻ്റെ മണ്ണിൽ, രാജാവിൻ്റെ കീഴിൽ അവരുടെ വലിയ പ്രയത്നങ്ങളിലൂടെ വലിയ മഹത്തുക്കളുണ്ടായി, വലിയ മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങൾക്കിടയിൽ ദേവതാസങ്കല്പങ്ങളുണ്ടായി. ഉറഞ്ഞാടി വന്ന തെയ്യക്കോലങ്ങൾ നിങ്ങൾ സാക്ഷ്യം വഹിച്ചതാണ്. എത്ര ദേവതകൾ അവർ കൈപിടിച്ച് ഗുണം വരണേ, ഏറി ഗുണം വരണേ എന്ന് പറയുമ്പം ഗുണമാണ് വേണ്ടത്, നിങ്ങൾക്ക് കിട്ടേണ്ടത്. അതാണ് ഏകതയെന്ന് പഠിപ്പിച്ച ദൈവങ്ങൾ. ആ ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരായിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്. അതിങ്ങനെ അറിഞ്ഞും അറിയാതെയും പറഞ്ഞും മനസ്സിലാക്കിയും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഏകതയാണ് നമുക്ക് നിലനിർത്താൻ സാധിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏകതയ്ക്ക് ഒരു 4 വരി ഞാൻ ചൊല്ലാം. ഇന്ന് സമാപനമായതുകൊണ്ട്, പ്രഭാഷണത്തിൻ്റെ സമാപനമല്ല, എൻ്റെ 2 വിഷയത്തിൻ്റെ സമാപനമായതുകൊണ്ട് ഏകത കിട്ടാൻ ഇത്രയേ വഴിയുള്ളൂ. ഒരു തവണ ഞാൻ ചൊല്ലാം, അതിന് ശേഷം മുറിച്ചു ചൊല്ലി പിരിഞ്ഞു പോകാം. പറ്റുമോ? പറ്റും. അത് നമ്മുടെ ശബ്ദം മുതൽ, ശ്രദ്ധിക്കണം, ശബ്ദം മുതൽ, നമ്മുടെ നീക്കം മുതൽ, നോട്ടം മുതൽ എല്ലാം ഈ അമ്മയിൽ അർപ്പിത. വിവിധ യാത്രകളാണ്, ഏകതയിലേക്കാണ് പോകേണ്ടത്. പണ്ട് ചെമ്പൈ പാടി എന്നോളം പാടാൻ ആളുണ്ടോ എന്ന് വരെ തോന്നിയ കാലഘട്ടത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി ഒരു കീർത്തനം ചൊല്ലാൻ നോക്കുമ്പോഴേക്ക് പറ്റൂല. ചെന്ന് ഭജനയിരിക്കുമായിരുന്നു. വൈദ്യമഠം വന്നു, മരുന്ന് കൊടുത്തു. വൈദ്യമഠം പറഞ്ഞു മരുന്ന് പോരാ, മന്ത്രം കൂടി വേണം, ജപിച്ചോ. എവിടെയോ തോന്നി. അങ്ങനെയാണ് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് വൈദ്യമഠത്തിൻ്റെ മരുന്നും ചെമ്പൈയുടെ മന്ത്രവും തന്ത്രിയുടെ മന്ത്രവും ഒക്കെയാണ്. ആ ശബ്ദം തിരിച്ചു കിട്ടിയപ്പോൾ കവി എഴുതി, ചെമ്പൈക്ക് നാദം നിലച്ചപ്പോൾ തൻ്റെ കണ്ഠം കൊടുത്തവനേ നാം, ശംഖം കൊടുത്തവനേ നാം. കൃഷ്ണ, മറ്റൊന്നും പറയാനില്ല, കൊടുക്കലാണ്, ഇല്ലാത്തത് പൂരിപ്പിക്കലാണ് ഈ ഗോഡ് എന്നുള്ള സങ്കല്പം. അതിൻ്റെ ഏകതയിൽ എത്തേണ്ടത്. 4 വരി ചൊല്ലാം, പിരിഞ്ഞ് ചൊല്ലി പിരിഞ്ഞു പോകും. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാവണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. മുറിച്ചു ചൊല്ലാമോ? നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം.
നല്ല ചിന്തയേകണം, നല്ല ചിന്തയേകണം. മനസ്സു ശുദ്ധമാവണം, മനസ്സു ശുദ്ധമാകണം. നിത്യനായ ചിത്പ്രകാശ, നിത്യനായ ചിത്പ്രകാശ രൂപനെ വണങ്ങണം. രൂപനെ വണങ്ങണം. ഇത്രയേ ഉള്ളൂ ജീവിതത്തിൻ്റെ ആകെ തുക. മുമ്പ് ഞാൻ പറഞ്ഞതാണ്, പയ്യന്നൂരിനപ്പുറം ഒരു ക്ഷേത്രത്തിൽ ചെന്ന് ഇതേപോലെ ആളുണ്ടായിട്ട് ഇത് ചൊല്ലിക്കൊടുത്ത് എല്ലാം കഴിഞ്ഞേരം ഞാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ ജീവിതത്തിൻ്റെ ആകെ തുക. അത് ഏറ്റു പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ ജീവിതത്തിൻ്റെ എന്നാ പറയുന്നത്, എന്നാ ചെല്ലുന്നില്ല. ഞാനിത് കരുതി കൂട്ടിയുടെ പറഞ്ഞതാണ്. ഇത്രയേ ഉള്ളൂ ജീവിതം. നിങ്ങൾ ഏറ്റു പറയുമോ നോക്കാൻ. ഏറ്റു പറഞ്ഞില്ല. അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, യാത്രയിൽ നിന്ന് ഏകതയിലേക്ക് എത്തിയ ഭക്തരെ, എൻ്റെ കൊച്ചുവാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ സർവ്വവിധ സങ്കല്പങ്ങളും നമുക്ക് മുന്നേ ഈ ഗ്രാമത്തിൽ നടന്ന് പ്രയത്നിച്ച് പ്രവർത്തിച്ച് മൺമറഞ്ഞു പോയ മഹാരഥന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അറിവിൻ്റെ ഒരുപടി പുഷ്പങ്ങൾ എൻ്റെ നെഞ്ചകത്ത് നിന്ന് പറിച്ചെടുത്ത് ഈ മണ്ഡലകാലത്തിൽ ഈ രാത്രിയുടെ 2-ാം യാമത്തിൽ ഒരു ബലിതർപ്പണം അവർക്കർപ്പിച്ച് ക്ഷേത്രത്തിൻ്റെ തന്ത്രിവരുടെയും അർച്ചകരുടെയും പാദങ്ങൾ തൊട്ട് പ്രണമിച്ച് കമ്മിറ്റിയുടെ ക്രമോത്സുകരായ സാരഥികൾക്ക് എനിക്കിങ്ങനൊരു വേദി തന്നതിന് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഭക്തരെ, നിങ്ങളെയൊക്കെ കൂട്ടിപ്പിടിച്ച് ഈ അമ്മയുടെ തിരുമുറ്റത്ത് സാഷ്ടാംഗം പ്രണമിച്ച് 2 കണ്ണീര് ഞാനിവിടെ അർപ്പിച്ച് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മേ, ഈ മക്കളൊക്കെ അറിയണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെ വന്ന് ഇരുന്നും ചിരിച്ചും കരഞ്ഞും ചിന്തിച്ചും ആലോചിച്ചുമൊക്കെ ഇത്രയും സമയം ഈ അമ്മയുടെ സന്നിധിയിൽ അവർ ചെലവഴിച്ചു. ഈ മക്കൾക്കൊക്കെ, ഈ നാട്ടിൽ വന്നവർക്കും വരാത്തവർക്കും ആലോചിക്കുന്നവർക്കും ഒക്കെ നാരായണീയത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് മേൽപ്പത്തൂർ ഭട്ടതിരിട്ടതുപോലെ ആയുരാരോഗ്യ സൗഖ്യം, ആയുസ്സും ആരോഗ്യവും സുഖവും സമ്പത്തും സമാധാനവും ഒരുമയും പെരുമയും ഒക്കെ ഈ നാട്ടിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ സങ്കല്പങ്ങളും ഒരിക്കൽ കൂടി അമ്മയുടെ പാദങ്ങളിൽ അർപ്പിച്ച് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ഭക്തജനങ്ങളെ, ചാമണ്ടിക്കോട്ടത്ത് നടക്കുന്ന ആധ്യാത്മിക സഭയുടെ ഇന്നത്തെ സത്സംഗത്തിൽ ഏകത എന്ന വിഷയത്തെ ആസ്പദമാക്കി ആധ്യാത്മിക സഭയിൽ സത്സംഗത്തിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് AV കേശവൻ അവർക്ക് സഭാ സപ്തതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്.